بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين صدق الله العلي العظيم. ഏറ്റവും പ്രിയമുള്ള ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വല്ലാത്ത ആഹ്ലാദമാണ്. നന്മകൾ വാരിക്കൂട്ടാൻ, അങ്ങനെ റബ്ബിൻ്റെ പൊരുത്തം നേടാൻ, മനുഷ്യൻ എന്ന നിലയ്ക്ക് വന്നുപോയ വീഴ്ചകളും പോരായ്മകളുമൊക്കെ പരിഹരിച്ച് പടച്ചവനോട് പൊറുക്കലിനെ തേടാൻ, ഒരു നന്മയ്ക്ക് മനസ്സിൻ്റെ തേട്ടമനുസരിച്ച് 10, 20, 700 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിൽ ആഹ്ലാദമാണ്. പടച്ചവനെ, ഈ റമദാനിനെ എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത അങ്ങനെ തന്നെ വേണം. നമുക്ക് അങ്ങനെ തന്നെ വേണം. ഇപ്പം തന്നെ നിയ്യത്ത് ചെയ്യണം. എന്ത്? ഈ റമദാൻ എല്ലാ അർത്ഥത്തിലും ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന്. അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിലും ഇടയ്ക്ക് മരിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. ഒരാൾ ഹജ്ജിന് തീരുമാനിച്ചു, ഒരുപാട് പരിശ്രമം നടത്തി, പക്ഷേ അതിനുള്ള രേഖകളും കാര്യങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ സംവിധാനം ഒരുങ്ങണമല്ലോ. ആ മനസ്സുമായി നടക്കുമ്പോൾ അയാൾ മരിച്ചാൽ അയാൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും. മനസ്സാണ് പ്രധാനം, നിയ്യത്താണ് പ്രധാനം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മൾ ഇപ്പം തന്നെ തീരുമാനിക്കണം. അപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു വേദിയിൽ നാം സംഗമിച്ചിട്ടുള്ളത്. റമദാനാക്കിയ ഒരു മഹത്തായ സംഗതിയുണ്ട്. റമദാൻ എന്ന മാസം നോമ്പായപ്പോണ്ടായതല്ല, അതിന് മുമ്പേ ഉണ്ട്. കാരണം നമ്മൾ പറയില്ലേ, റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ റസൂൽ ജനിച്ചത് കൊണ്ട് ആ മാസമായതല്ല. അതിൻ്റെ മുമ്പേ റബീഉൽ അവ്വലുണ്ട്. ആ റബീഉൽ അവ്വലിലാണ് റസൂൽ ജനിച്ചതെന്നാണല്ലോ പറയുന്നത്. അപ്പം മാസങ്ങൾ മുമ്പേ ഉണ്ട്, റമദാൻ മുമ്പുണ്ട്. പക്ഷേ നോമ്പായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തോടു കൂടിയാണ് റമദാനായത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച് തന്നു. അത് വിശുദ്ധ റമദാനിലാണ്. ഇവിടെ ഖിറാഅത്ത് നടത്തിയ ആ കുട്ടി പാരായണം ചെയ്തല്ലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിനെ അവതരിപ്പിച്ചത് ആ റമദാനിലാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ വാർഷികമാണ് വിശുദ്ധ റമദാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും റമദാനും ഖുർആനും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് നോമ്പെടുത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി കാര്യമായ ബന്ധമുണ്ടാകേണ്ട, ഖുർആനുമായി ഏറ്റവും അടുപ്പമുണ്ടാകേണ്ട സമയങ്ങളാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിലും എനിക്കിപ്പോൾ വയസ്സെത്രയായി, എൻ്റെ ജീവിതത്തിൽ എത്ര നോമ്പ് കിട്ടി? 10, 60, 70, 30, 40 കൊല്ലം ജീവിച്ചവർക്ക് ഒരു 10, 15 വയസ്സിൽ പോട്ടെ, 15 വയസ്സിൽ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര റമദാനാണ് എനിക്ക് കഴിഞ്ഞു പോയത്? ഒരു റമദാനിൽ ഒരു സൂറത്ത് കാണാതെ പഠിച്ചിരുന്നുവെങ്കിൽ 30 കൊല്ലം നോമ്പെടുത്ത് എനിക്കൊരു 30 സൂറത്തെങ്കിലും നന്നെ ചുരുങ്ങിയത് കാണാതെ അറിയേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ എവിടെയാണ്? 40 കൊല്ലം നോമ്പ് കിട്ടിയ എനിക്ക് 40 സൂറത്തെങ്കിലും ഒരു വർഷത്തിൽ ഒരു സൂറത്ത് ആ അർത്ഥത്തിൽ ഞാൻ കാണാതെ പഠിച്ചിരുന്നുവെങ്കിൽ, ഹിഫ്ളാക്കിയിരുന്നുവെങ്കിൽ
40 സൂറത്തെങ്കിലും നന്നെ ചുരുങ്ങിയത് എനിക്ക് കാണാനുള്ള അറിയേണ്ടതായിരുന്നു. പക്ഷേ ഖുർആനും ഞാനും എവിടെയാണ്? ഖുർആനും ഞാനും എവിടെയാണ്? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആനിൻ്റെ അനുയായികളാണ് നമ്മളൊക്കെ. ഖുർആനിൻ്റെ അനുയായികളാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ഗംഭീരമായ ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തെരുവോരങ്ങളിൽ വരെ. എന്താ അറിയോ? ഖുർആനിനൊന്നും ഇനി പ്രസക്തിയില്ല. 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഖുർആന് 21-ാം നൂറ്റാണ്ടിൻ്റെ നാഗരികമായി വികസിച്ച ടെക്നോളജി വികസിച്ച കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ പ്രാകൃത ഖുർആൻ എന്താ വില, എന്താ പ്രസക്തി എന്നാണ് ചോദ്യം തെരുവോരങ്ങളിൽ. പാവം മുഅ്മിനെ സംബന്ധിച്ചോളം അറിയാത്തതുകൊണ്ട് ശരിയാണ്, അല്ലെങ്കിൽ അത് ശരിയായിരിക്കും. കാരണം വിവരമില്ലല്ലോ. ക്യാമ്പസുകളിൽ പൊടിപാറിയ ചർച്ചയാണ് ഇതൊക്കെ. നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഇതൊക്കെ പൊടിപാറിയ ചർച്ചയാണ്. ബഹുഭൂരിഭാഗം നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ മക്കളും അതിൽ പെട്ടുപോവുക. കാരണം അപ്പുറത്തൊരു വിവരം അവർക്കില്ല. ശരിയാണ് ആ പറയുന്നത്, നീതിയാണ്. 6-ാം നൂറ്റാണ്ടിൽ ഡാർക്ക് ഏജ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനെ തിരിച്ചറിയാത്ത, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ വെളിച്ചം കാണാത്ത, നാഗരികമായി വികസിച്ചിട്ടില്ലാത്ത അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആന് ഹൈടെക് വിപ്ലവത്തിൽ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഭൂമി തന്നെ, ലോകം തന്നെ ഒരു വില്ലേജായി മാറിയ കാലഘട്ടത്തിൽ എന്താണ് ഖുർആനിൻ്റെ പ്രസക്തി എന്ന ചോദ്യം ശരിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് നമ്മൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ സംസാരിക്കുന്ന പ്രതിപാദ്യ വിഷയം മനുഷ്യനാണ്. ഖുർആനിൻ്റെ പ്രതിപാദ്യ വിഷയം മനുഷ്യനാണ്. മനുഷ്യനോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിത സംസ്കരണമാണ് ഖുർആൻ്റെ ലക്ഷ്യം. മനുഷ്യനെ നന്നാക്കിയെടുക്കലാണ് ഖുർആനിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മനുഷ്യനിലുള്ള തിന്മകൾ ഇല്ലായ്മ ചെയ്ത് മനുഷ്യനെ ഏറ്റവും നല്ല ഉന്നതനും സംസ്കാര സമ്പന്നനും ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമയുമാക്കിയെടുക്കുക എന്നതാണ് ഖുർആനിൻ്റെ ലക്ഷ്യം. അക്കണക്കിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ 6-ാം നൂറ്റാണ്ടിൽ ചെയ്ത തിന്മ ഇന്നും തിന്മ തന്നെയാണ്. 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ അത് കൊലയല്ലാതാവും, തിന്മയല്ലാതാവുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ പിടിച്ചുപറി നടത്തിയിട്ടുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ പിടിച്ചുപറി അല്ലാതാവുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ ആരെങ്കിലും പീഡിപ്പിച്ചുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ അത് പീഡനമല്ലാതാകുന്നില്ല. സ്വാഭാവികമായിട്ട് മനുഷ്യനോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ സംസ്കരണവും അവനെ വിജയിപ്പിച്ചെടുക്കുകയുമാണ് ലക്ഷ്യമെങ്കിൽ 6-ാം നൂറ്റാണ്ടിനേക്കാൾ പ്രസക്തി 21-ാം നൂറ്റാണ്ടിൽ ഖുർആനിനുണ്ട്. എന്താ കാരണം? ഒരൊറ്റ ചരിത്രം പറഞ്ഞാൽ മനസ്സിലാവും. 6-ാം നൂറ്റാണ്ടിൻ്റെ കട്ടറബികളുടെ സംസ്കാരം പോലും ആധുനിക മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകാൻ ഒരുങ്ങി മക്ക വിട്ട് മദീനയിലേക്ക് പോവുക. അപ്പോഴാണ് ശത്രുക്കൾ രാത്രി വീട് വളഞ്ഞിരിക്കുന്നത്. പടച്ചവൻ്റെ റസൂൽ എവിടെയുണ്ട്? ചുറ്റും കൂടിയിരിക്കുകയാണ് അവർ. നാളെ പ്രഭാതത്തിൽ മുഹമ്മദ് പുറത്തേക്ക് വരുമ്പോൾ മുഹമ്മദിനെ വകവരുത്തണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി ആ വീട്ടിലുണ്ട്? ആ കൂട്ടത്തിൽ നിൽക്കുന്ന അറബി കൂട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് പടച്ചവൻ്റെ റസൂലിൻ്റെ വീട് ഇതുപോലെയുള്ള കോൺക്രീറ്റ് ഒന്നുമല്ല, ഈന്തപ്പന മടൽ കൊണ്ട് മറച്ചതാണ്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു പട്ടങ്ങിൻ്റെ എടുത്താൽ ഉള്ളിലേക്ക് കടക്കാം. പക്ഷെ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ അറബികൾക്കൊരു മൂല്യമുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ നേർക്കുനേരെ മുഖം കണ്ടിട്ട് പരസ്പരം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ മുഹമ്മദിനെ ഞങ്ങൾ വകവരുത്തുകയുള്ളൂ എന്ന്. 6-ാം നൂറ്റാണ്ടിൻ്റെ അറബികളുടെ ആ സംസ്കാരം പോലും 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യനുണ്ടോ? തൻ്റെ ശത്രുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും, ഒളിഞ്ഞിരുന്നും, ഏതെങ്കിലും അർത്ഥത്തിൽ നിരപരാധിയെയും തെളിഞ്ഞിരുന്നും മറയിലിരുന്നും എങ്ങനെയെങ്കിലുമൊക്കെ വകവരുത്തുക എന്നല്ലേ ഇന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ്റെ 6-ാം നൂറ്റാണ്ടിനേക്കാൾ പ്രസക്തി 21-ാം നൂറ്റാണ്ടിൽ ഖുർആൻ വർദ്ധിച്ചിരിക്കുന്നു. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട് വിട്ട് പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് വിരിപ്പിൽ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പുതപ്പിട്ട് മൂടി. റസൂൽ അതിനിടയിലൂടെ ഇറങ്ങി. ശത്രുക്കൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളിൽ മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, ഉള്ളിലുണ്ട്, അതാ കിടക്കണു. പക്ഷേ നേരം വെളുക്കുമ്പോൾ എണീറ്റ് വരുന്നത് അലിയാണ്. പുതിയ കാലഘട്ടം അനുസരിച്ചാണെങ്കിൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നതുപോലെ മുഹമ്മദ് ഏതായാലും രക്ഷപ്പെട്ടു എന്ന് അവൻ്റെ അനുയായിയെ വകവരുത്തിയിട്ട് ആ വിവരം അറിഞ്ഞിട്ടെങ്കിലും അവൻ ദുഃഖിക്കട്ടെ എന്ന് തീരുമാനിച്ചോ? ഇല്ല.
ഞങ്ങൾ തേടി വന്നത് മുഹമ്മദിനെയാണ്. മുഹമ്മദ് ഇല്ലെങ്കിൽ പിന്നെ നിരപരാധി ഒരു മനുഷ്യനെ ഞങ്ങൾ ചെയ്യുകയില്ല. 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ പഠിക്കേണ്ടതാണിത്. തൻ്റെ ആളെ കിട്ടിയില്ലെങ്കിൽ ആ കക്ഷിയിൽപ്പെട്ട അവനോടൊപ്പം എന്നോ നടക്കണ കണ്ടു, എന്നാൽ പിന്നെ അവനെ കൊണ്ട് വകവരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കൊലപാതകങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. തൻ്റെ കക്ഷിയിൽപ്പെട്ട ആളാണ് തൻ്റെ ശത്രുവിനോടൊപ്പം നടക്കുന്ന ആളിനെ കണ്ടിട്ടുണ്ട്. ഇവൻ അവൻ്റെ ഒപ്പം നടക്കുന്നത് കണ്ടിട്ടുണ്ട്, അവൻ്റെ ഓഫീസിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അവൻ്റെ തോളിൽ കയറ്റി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഏതായാലും അവനെ ലക്ഷ്യമിട്ടാണ് വന്നത്, അവനെ കിട്ടിയില്ല, ഇവനെ വകവരുത്തുക എന്ന് പറയുന്ന നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ എന്ന് പറയുന്ന അവരുടെ സംസ്കാരത്തിൽ മുഹമ്മദ് നബിയെ കിട്ടിയില്ലെങ്കിൽ അലിയെ ഞങ്ങൾ ഒന്നും ചെയ്യുകയില്ല എന്ന മാനുഷികമായ പരിഗണന. അതുകൊണ്ട് ഞാൻ പറയുന്നത് 6-ാം നൂറ്റാണ്ടിനേക്കാൾ ഖുർആനിൻ്റെ പ്രസക്തി 21-ാം നൂറ്റാണ്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അതറിയാത്തത് കൊണ്ട് ക്യാമ്പസുകളിലൊക്കെ അവരങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ശരിയാണല്ലെങ്കിലും 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഖുർആന് ഇത്രയും വികസിതമായ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ എന്താ പ്രസക്തി എന്ന് അവർ ചോദിക്കുമ്പോൾ ശരിയാണെന്ന് സമ്മതിക്കുക. അറിവില്ലായ്മ കൊണ്ട് നാം അറിവ് നേടണം. അതുകൊണ്ട് ഖുർആനെ കുറിച്ച് അറിയണം, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കണം. ഖുർആൻ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്ന വിശിഷ്ടമായ ഗ്രന്ഥമാണ്, വിശിഷ്ടമായ ഗ്രന്ഥം. പക്ഷേ ആ ഖുർആനിൻ്റെ അവസ്ഥ റമദാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്, എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ്റെ താക്കീത് ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതും ഒരുപോലെയാണ്. നമ്മളിലും അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ, എന്തോ പറയട്ടെ, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുക, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്. അത്തരം നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ഗാംഭീര്യം നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ, ജീവിക്കണം. അല്ലെങ്കിൽ നാളെ പരലോകത്ത് ചെന്നാൽ അല്ലാഹു പിടികൂടും. ഖുർആനെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കി, അല്ല ശ്രമവും നടത്തിയിട്ടുണ്ടോ? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാനുള്ള മറുപടി നമുക്ക് എന്താണുള്ളത്? സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ഓരോ ആയത്തിറങ്ങുമ്പോഴും കിടുകിട വിറയ്ക്കുമായിരുന്നു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. സ്വാഭാവികമായിട്ട് അല്പം ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഈ ആയത്ത് കേട്ടതും പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ശബ്ദം ഉയർന്നിട്ടില്ല. അല്ലാഹു റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. റസൂൽ പറഞ്ഞു, ഉമറെ നീ ഉറക്കെ പറയേ, കേൾക്കുന്നില്ല. എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ, പടച്ചവൻ്റെ റസൂലിൻ്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്ന് ഖുർആനിൻ്റെ പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ട് ഉമറിൻ്റെ ശബ്ദമെങ്ങാനും പടച്ചവൻ്റെ റസൂലിൻ്റെ ശബ്ദത്തേക്കാൾ ഉയർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മറ്റൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോവുക, പോണ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഖുർആന്റെ പാരായണം, സൂറത്ത് തൂറിലെ ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി, പടച്ചവന്റെ ശിക്ഷ അദാബ് അത് ഉറപ്പാണ്, അതിനെ തടയുന്നവൻ ആരുമില്ല. ഇതാണ് ഖുർആൻ വാക്യം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ബോധക്ഷയനായി വീണു. അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പാണ്, അതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വീണു. എന്നിട്ട് മറ്റ് സഹാബാക്കൾ വന്ന് എടുത്തിട്ട് കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം പറയുന്നത്. അതുവരെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ഖുർആനിൻ്റെ ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഖുർആനൊന്ന് കടന്നു വരട്ടെ, നിത്യജീവിതത്തിലേക്ക് ഖുർആനൊന്ന് കടന്നു വരട്ടെ. നോമ്പ് എന്ന് പറയുമ്പോൾ അതുകൂടിയാണല്ലോ. നോമ്പ് വയറിൻ്റെ മാത്രമല്ല, ആമാശയത്തിൻ്റെ മാത്രമല്ല. നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഉപേക്ഷിച്ച നോമ്പായിന്ന്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളും അല്ല തിന്നും കൊടുത്താലേ നോമ്പ് മുറിയോടുന്ന ഫിഖയിൽ നമ്മൾ പഠിക്കുകയും ചെയ്തു. പക്ഷേ നോമ്പ് ആമാശയത്തിന് മാത്രമല്ല, കണ്ണിന് നോമ്പായിരിക്കണം,
ചെവിക്ക് നോമ്പായിരിക്കണം, നമ്മുടെ ഹൃദയത്തിന് ചിന്തയ്ക്ക് നോമ്പായിരിക്കണം, കൈകൾക്കും കാലുകൾക്കും നോമ്പായിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? കണ്ണുകൊണ്ട് പടച്ചവൻ പറഞ്ഞത് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. അള്ളാഹു അരുത് എന്ന് പറഞ്ഞതിലേക്ക് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഉപയോഗപ്പെടുത്തില്ല. നോമ്പിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകതയാണ്. കാതുകൊണ്ട് റബ്ബ് പറഞ്ഞത് മാത്രമേ ഞാൻ കേൾക്കൂ. പറയാത്തത് ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ കാതിനെ ഞാൻ ഉപയോഗപ്പെടുത്തില്ല. എൻ്റെ ചിന്തകളും അങ്ങനെ തന്നെയാണ്. റബ്ബിനനുസൃതമായ പടച്ചവൻ്റെ പൊരുത്തം കിട്ടുന്നതിലേക്ക് മാത്രമേ ഞാൻ ഇത് ഉപയോഗപ്പെടുത്തൂ. അനാവശ്യമായ അശ്ലീലമായ ചിന്തകളിലേക്ക് എൻ്റെ ചിന്തയെ ഞാൻ കൊണ്ടുപോകില്ല. എൻ്റെ കൈകൊണ്ട് ഞാൻ റബ്ബിന് വിരുദ്ധമായ പൊരുത്തമില്ലാത്ത സംഗതികൾ ചെയ്യില്ല. എൻ്റെ കാലുകൊണ്ട് അത്തരം സംഗതികളിലേക്ക് ഞാൻ നടന്നു പോകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആമാശയത്തിന് മാത്രമല്ല, മനുഷ്യ ശരീരത്തിൻ്റെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും നോമ്പായിരിക്കണം. ആ നോമ്പിലാണ് വിശുദ്ധ ഖുർആൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ഖുർആനെക്കുറിച്ചൊന്ന് പഠിക്കാൻ, ഖുർആനും ഞാനും എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ. മൂസാ നബിയുടെ സമുദായത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞിട്ടുണ്ട്, മസലുഹും കമസലിൽ ഹിമാരി യസ്മിലു അസ്ഫാറ. തൗറാത്ത് ലഭിച്ചിട്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ ഇത് പറയുമ്പോൾ നമ്മുടെ മാധ്യമത്തിൻ്റെ മുൻ പീരിയോഡിക്കൽ എഡിറ്റർ PK പാറക്കടവ് എഴുതിയ ചെറിയ 2 വരി കവിതയുണ്ട്. അദ്ദേഹം വന്ന് എഴുതിയതാ, കരി തട്ടാതെ പുക തട്ടാതെ വേണ്ടുവോളം ഞാൻ നിന്നെ സൂക്ഷിച്ചു, എന്നിട്ടും പറയുന്നു ഞാൻ നരകത്തിലെ കൊള്ളിയോ. 2 വരിയുള്ളൂ. കരി തട്ടാതെ പുക തട്ടാതെ വേണ്ടുവോളം നിന്നെ ഞാൻ ഒരു കവറിലിട്ട് ഭദ്രമായി സൂക്ഷിച്ചെടുത്തു വെച്ചു, എന്നിട്ടും പറയുന്നു ഞാൻ നരകത്തിലെ കൊള്ളിയോ. അത് മനസ്സിലാക്കാതെ ഞാൻ ഉപയോഗിച്ചു, അതുകൊണ്ട് ഞാൻ നരകത്തിലെ കൊള്ളിയോ എന്നാണ് അർത്ഥം. വളരെ ഭീമമായ അർത്ഥമുള്ള, വിശാലമായ അർത്ഥമുള്ളൊരു കവിതയാണ്. ഇതുപോലെ ഖുർആൻ മൂസാ നബിയുടെ സമുദായത്തെക്കുറിച്ച് സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറഞ്ഞതാണ്, അവർ ഏടുകൾ ചുമക്കുന്ന കഴുത പോലെയാണ് എന്ന്. ഗ്രന്ഥം ചുമക്കുന്ന കഴുത. എന്താ അതിൻ്റെ പ്രത്യേകത? കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറത്ത് നല്ല ലൈബ്രറിയിൽ നിന്ന് വിശിഷ്ടമായ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാണ്ഡം എടുത്തു വെച്ച് ഒരു കഴുതയുടെ പുറത്ത്, വേറൊരു കഴുതയുടെ പുറത്ത് നമ്മുടെ അഴുക്ക് ചാലിൽ നിന്ന് കോരിയ ചെളി, മാലിന്യം, അതും ഒരു ഭാണ്ഡം വെച്ചു കൊടുത്തു. രണ്ടിനെയും ആട്ടിത്തെളിച്ചു. രണ്ടും അങ്ങനെ നടന്നു നീങ്ങുന്നുണ്ട്. ഗ്രന്ഥം ചുമക്കുന്ന കഴുത എൻ്റെ പുറത്ത് വൈജ്ഞാനികമായ വിജ്ഞാനശേഖരമായ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകമായ പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. അതിനൊരു ചുമട്. ചെളി ചുമക്കുന്ന കഴുത എൻ്റെ പുറത്ത് മാലിന്യ കൂമ്പാരമാണ് എന്ന് പറഞ്ഞിട്ട് അതിനോടൊരു പ്രത്യേക അറപ്പൊന്നും കാണിക്കില്ല. അതിനും ഒരു ചുമട്, അതിനും ഒരു ഭാരം. ഇതുപോലെയാണോ നിങ്ങൾ എന്നൊരു ചോദ്യമുണ്ട്. ഖുർആൻ ലഭിച്ചവരും വിശിഷ്ടമായി മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും ഒരുപോലെയാണോ എന്നാണ് അതിൻ്റെ ചോദ്യം. ഖുർആൻ ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതവും ഖുർആനും എവിടെ നിൽക്കുന്നു? നമ്മുടെ മക്കൾക്ക് എവിടെ നിൽക്കുന്നു? അത്തഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. സൂറത്തുൽ ബഖറയിൽ 44-ാമത്തെ ആയത്തിലുള്ള പറയാ, അത്തഅ്മുറൂന അന്നാസ ബിൽ ബിർരി, മനുഷ്യനോട് നിങ്ങൾ നന്മ കൽപ്പിക്കുക, വതൻസൗന അൻഫുസകും, നിങ്ങളുടെ കാര്യത്തിൽ മറന്നു പോവുകയും ചെയ്യുക, വഅൻതും തത്ലൂനൽ കിതാബ, നിങ്ങളാണെങ്കിൽ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരും പഠിക്കുന്നവരുമാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ വൈരുദ്ധ്യമുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിലില്ലാത്ത മറ്റുള്ളൊരാളോട് നിങ്ങൾ കൽപ്പിക്കാൻ പോകുന്നില്ല, നന്മ കൽപ്പിക്കുന്നുവല്ലോ. നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ അതില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കൽപ്പിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ ചോദ്യം. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മേഖലകളിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് മേഖലകളിലാണ് ഖുർആൻ പഠിപ്പിക്കാത്തത്? ആദ്യം നമ്മളൊന്ന് നോക്കുക, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. പശ്ചാത്തപിക്കുകയും ശുദ്ധീകരണം നടത്തുകയും ചെയ്ത ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അത് 2 അർത്ഥത്തിലാണ്. ഒന്ന്, ഭൗതികമായ ശുദ്ധി വേണം. റമദാൻ വരുമ്പോൾ നമ്മുടെ വീടും പരിസരവും പള്ളിയൊക്കെ വൃത്തിയാക്കണം. റമദാനെ ഒരുങ്ങാൻ വേണ്ടിയിട്ട്, അതിഥിയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും വൃത്തിയായിരിക്കണം. റമദാൻ എന്ന അതിഥി വരുന്നുണ്ട്. രണ്ടാമത് യുഹിബ്ബു തവ്വാബീന, പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. ഈ പാപങ്ങളുമായിട്ട് പടച്ചവനെ നിന്നെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണം. മനുഷ്യനാണ് ഞാൻ,
ഖുലിഖൽ ഇൻസാന ലഈഫ, മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ ഒരുപക്ഷെ അവൻ തെറ്റിലേക്ക് പോകും. ദുർബലനാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ എന്നിൽ നിന്ന് വന്ന പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയാൻ, അള്ളാഹുവിനോട് കേണപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ ഒന്നാമത്തെ എന്തറിയോ? മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഫാസ്ലിഹു ബൈന അഖവൈക്കും. എന്തെങ്കിലും മാനുഷികമായ ജീവിതത്തിലിടയ്ക്ക് വല്ല പ്രശ്നമുണ്ടായാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നാക്കണം എന്നാ. പെട്ടെന്ന് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക? മരിച്ചു കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ മുമ്പൊന്നും അവനോട് ഞാൻ അവൻ്റെ അടുത്ത് പോയി പറയേ ഹസലായി, എന്തായാലും ഞാൻ അവനേക്കാൾ മേലെയാണ്, ഞാൻ അവനേക്കാൾ താഴെ, അല്ലെങ്കിൽ അവളിനേക്കാൾ താഴെ, അതിന് എന്നെ കിട്ടില്ല, വേറെ ആണെങ്കിൽ നോക്കിക്കോളി. എന്നാലും ആ ബന്ധം നന്നാക്ക്. മരിച്ചു പോകണ്ടല്ലോ, എപ്പോഴാണ് മരിപ്പെന്നറിയില്ല, എപ്പം മരിച്ചാലും വേണ്ടില്ല. ഞാൻ അവനോട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ മിണ്ട. ഞാൻ അവൻ്റെ അടുത്ത് പോയി താഴ്ന്ന കച്ചവടമൊന്നുമില്ല. കാരണം അവരാണ് ആദ്യം ചെയ്തത്. മാത്രമല്ല എന്നേക്കാൾ എന്തായാലും അവർ താഴെ, എന്നിട്ട് ഞാൻ അവൻ്റെ കാല് പോയി പിടിക്കുക, അതിന് നടക്കില്ല. എന്തൊരു വലിയ അഹങ്കാരത്തിൻ്റെ മനസ്സാണ്. ഈ മനുഷ്യൻ മരിച്ചാൽ അതുവരെയും കാത്തു നിൽക്കുക. എന്നിട്ട് കാതേര് പറയണം മയ്യത്ത് വെച്ചിട്ട്, എന്നാൽ ഇന്ന ആളാണ്, ഇയാളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നു. അത് പറഞ്ഞോട്ടെ, പക്ഷെ മരിക്കാൻ വേണ്ടി കാതേര് പറയാൻ വേണ്ടി കാത്തു നിൽക്കണം നമുക്ക്. കാതേര് ഖത്തീബ് പറയാണ് മയ്യത്തിനെ വെച്ചിട്ട്, ഇന്ന ആളാണ്, ഇന്ന സഹോദരിയാണ്, ഇന്ന സഹോദരനാണ് മരിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കാൻ പോവുകയാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് വല്ലതൊക്കെ സംഭവിച്ച് പൊരുത്തപ്പെട്ട് കൊടുക്കും. അതുവരെയും പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ട് പൊരുത്തപ്പെടാത്ത മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ മനസ്സുമായി നടന്ന അവസാനം നിർജീവമായിട്ട് റൂഹ് പിരിഞ്ഞിട്ട് മറ്റൊരാൾ പറയേണ്ട ഗതികേടിലേക്ക് നാം എത്താൻ പാടില്ല. ഖുർആൻ പറഞ്ഞത് ഏറ്റവും വിനയാന്വിതനായിരിക്കണമെന്നാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിർണയം ഖുർആനായിരിക്കണം. പടച്ചവൻ്റെ റസൂല് ആദ്യത്തെയും അവസാനത്തെയും ഒരൊറ്റ ഹജ്ജ് എന്ന് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിൻ്റെ പേരാണ് ഹജ്ജത്തുൽ വദാ, വിട പറയുന്ന ഹജ്ജ്. അതിൽ വെച്ച് അറഫയിൽ വെച്ചിട്ട് പടച്ചവൻ റസൂല് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂൽ. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യം ഇതാ നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്നു, ഞാൻ പോവുകയാണ്. എല്ലാ പ്രവാചകന്മാരും ഭൂമിയിൽ വന്നവരുടെ ദൗത്യം നിർവഹിച്ചു പോയി, ഞാനും ആ പരമ്പരയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്നത്. ഒന്ന് കിതാബുല്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും, മറ്റൊന്ന് സുന്നത്തി ഹാദാ റസൂലിൻ്റെ ചര്യയുമാണ്. ഇത് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് വഴികേടിലാവുകയില്ല, സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. നമ്മുടെ ജീവിതം വ്യതിചലിക്കാതിരിക്കണമെങ്കിൽ ഖുർആൻ നമ്മുടെ മാർഗദർശനമായിരിക്കണം. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഖുർആൻ
നമ്മുടെ പ്രഭാഷണം കഴിഞ്ഞിട്ടായിരിക്കും ഇഷാ ജമാഅത്ത് നടക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് നമ്മൾ പഠിപ്പിക്കണം. മുമ്പൊക്കെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം വീടുകളിൽ അർത്ഥമറിയില്ലെങ്കിലും നമ്മുടെ വല്യമ്മമാരൊക്കെ നന്നേ ചുരുങ്ങിയത് സൂറത്ത് യാസീനെങ്കിലും മുസ്ലിം വീടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതും പോയി കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, പടച്ചവരെ റസൂല് പറഞ്ഞത് ഖുർആനിൻ്റെ ശബ്ദമുള്ള വീട്ടിൽ ശൈത്താൻ്റെ ബാധ ഉണ്ടാവില്ല എന്നാ. വേറൊന്ന് പറഞ്ഞത് അല്പമെങ്കിലും ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ നരകം ആ ഹൃദയത്തെ ബാധിക്കില്ല എന്നാ. രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, എന്താ ഉസ്താദേ ആകെ ഒരു വട്ടത്തിരിച്ചലാ, ഒന്നും ചെയ്തിട്ടും ചെക്കന്മാർ കുട്ടികളും പറഞ്ഞാൽ കേൾക്കില്ല, ഒരു സ്വസ്ഥതയില്ല വീട്ടിൽ, ഒരു പ്രയാസം, എന്നും പ്രയാസങ്ങളാണ്. എന്തേ സംഭവിക്കാൻ കാരണം? സംഭവിക്കാൻ ശൈത്താൻ കുടികൊള്ളുകയാണ്, പിശാച് കുടികൊള്ളുകയാണ്. എന്താ കാരണം? പിശാചിനെ അകറ്റാനുള്ള മാർഗം വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. അതുകൊണ്ടാണ് ഇത്ര സഹാബത്തൊക്കെ ഫർദ് നമസ്കാരം പടച്ചവൻ്റെ റസൂലിൻ്റെ പിന്നിൽ ഇമാം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിന്നാണ് ഇത്ര നമസ്കരിക്കുക, വീട് ഖബറാക്കരുത് എന്ന തത്വത്തിൽ നമ്മൾ എത്ര പേരങ്ങനെ ഖുർആൻ നമ്മുടെ വീട്ടിൽ പടച്ചവൻ്റെ റഹ്മത്ത് ഉണ്ടാകണം, പടച്ചവൻ്റെ ബർക്കത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞ് നമ്മൾ എത്ര പേരങ്ങനെ നിർവഹിക്കുന്നു. അല്ലെങ്കിലും നമ്മൾ മാതൃക കാണിക്കേണ്ടതിൽ നമ്മുടെ മക്കൾക്ക്, നമ്മളില്ലാത്തൊരു മാതൃക മക്കൾക്ക് ഉണ്ടാവുമോ? അതുകൊണ്ട് ഇതൊക്കെ ചേർത്ത് വായിക്കണം. നിങ്ങളില്ലാത്ത ഗുണം മറ്റുള്ളവരോട് നിങ്ങൾ എന്തിനാ കൽപ്പിക്കാൻ പോകണം? എന്നിട്ട് മക്കളെങ്ങനെ നേരാകുമെന്ന് പറയും. മക്കൾ നേരാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളിൽ നിന്ന് കൺകുളിർമ കിട്ടണം, മക്കളിൽ നിന്ന് കൺകുളിർമ കിട്ടണം. എന്നിട്ട് ആയത്ത് അവസാനിക്കണം എങ്ങനെ അറിയോ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ളവർക്ക് മുന്നിൽ നടക്കാൻ, ഇമാമാകാൻ ഉമ്മയും വാപ്പയും എന്ന നിലയ്ക്ക് ഞങ്ങളെ നീ യോഗ്യനാക്കണമേ. ഞങ്ങളുടെ മക്കൾക്കെങ്കിലും മാതൃക കാണിക്കാൻ, തഖ്വയുള്ളവർക്ക് ഇമാമാകാൻ എന്നെ യോഗ്യനാക്കണമെന്ന് ഓരോ ഉമ്മയും വാപ്പയും പ്രാർത്ഥിക്കേണ്ടത് ഖുർആൻ പറയുക. അപ്പം നമ്മളൊക്കെ വിചാരിക്കും, ഇനിയുണ്ടല്ലോ സമയം, ഇനിയുണ്ട് സമയമുണ്ടല്ലോ. ദഖാതു ഖൽബുൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഖുലൂബ ദഖായികും വസവാനി. ദഖാതു ഖൽബുൽ മർഇ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടുപ്പ് പോലും അവനോടൊരു സന്ദേശം നൽകുന്നു. ഇന്നൽ ഖുലൂബ ദഖായികും വസവാനി, നിന്റെ ഹൃദയം ഒന്ന് മിടിച്ചാൽ നിനക്ക് പടച്ചവൻ നൽകിയ ആയുസ്സിൽ ഒരു സെക്കൻഡ് കൊഴിഞ്ഞു. രണ്ടാമതൊന്ന് മിടിച്ചാൽ രണ്ടാമതും കൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നൽ ഖുലൂബ ദഖായികും വസവാനി, നിന്റെ ഹൃദയത്തിന്റെ മിടുപ്പ് പോലും മനുഷ്യ നിനക്കൊരു മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് അവസാനിക്കാന്നറിയില്ല. അവസാനിക്കുന്നതിൻ്റെ മുമ്പ് ഖുർആൻ്റെ ആളുകളാണ്. നമുക്ക് എപ്പോഴാണ് ഖുർആൻ പറഞ്ഞു തരാറ്? സാധാരണ നമ്മളൊക്കെ കണ്ടുവരുന്നത് മരിച്ചു കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുവച്ച് ഖബർ മൂടിയാൽ
മുമ്പ് കാലങ്ങളിലേക്ക് ഒരു പതിവുണ്ടെന്ന് ഇപ്പോഴും ചില ഭാഗത്തുണ്ട്, തൽക്കീൻ ചൊല്ലുക എന്ന് പറയും. ഖബറിൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് കുത്തുന്നൊരു ഒരാൾ വന്നിട്ട്, യാ അബ്ദുല്ലാഹി ഇബ്നു അമത്തില്ലാ ഉദ്കുറുൽ അഹദല്ലദീ ഖറജത അലൈഹി മിന ദുനിയ ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മനുഷ്യ, നീ ഇതാ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞിരിക്കുന്നു. ഇതാ ജാഅക്കൽ മലക്കാനിൽ കരീമാൽ അളീമ, 2 മലക്ക് നിൻ്റെ അടുത്ത് വരും. എന്നിട്ട് നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാ? വമൻ ദീനുക, നിൻ്റെ ദീനേതാ? വമൻ നബിയുക, നിൻ്റെ നബിയാരാ? വമൻ ഇമാമുക, നിൻ്റെ ഇമാമാരാ? ഫഖുൽ, അപ്പോൾ നീ പറഞ്ഞോ, അല്ലാഹു റബ്ബി, പടച്ചവനാണ് എൻ്റെ റബ്ബ്. വ മുഹമ്മദ് നബി, മുഹമ്മദ് നബിയാണ് എൻ്റെ നബി. വ ഇസ്ലാമു ദീനി, എൻ്റെ ദീൻ ഇസ്ലാമാണ്. വൽ ഖുർആനു ഇമാമി, എൻ്റെ ഇമാമ് ഖുർആനാണ്. എപ്പോഴാ പറയണറിയോ? അതുവരെ ഇമാമിൻ്റെ പേരിലും സംഘടിതമായിട്ടും തല്ലുകൂടിയവർ അവസാനം പറയാണ്, മരിച്ച് മണ്ണടിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് കൊട്ടിയിട്ട് ഖബറൊരു ചാണുയർത്തിയിട്ട് അതിൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് കൊടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ വഴികാട്ടി, എൻ്റെ മാർഗദർശനം, എൻ്റെ ഇമാമി എന്ന് നീ പറഞ്ഞോന്നാ. ജീവിതത്തിലല്ലേ അത് പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്ന് നീ പറഞ്ഞു കൊടുക്കണ്ടേ? അതനുസരിച്ചല്ലേ ജീവിക്കേണ്ടത്? എന്തിനാ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ പൊടി തട്ടാതെ കരി തട്ടാതെ ഒരു ഏടിലിട്ട് ഒരു കവറിലിട്ട് സൂക്ഷിക്കാനുള്ളതല്ലല്ലോ. അത് ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതാണ് ഖുർആൻ. യാ ഖൗമി ഇത്തഖദ ഹാദൽ ഖുർആൻ മഹ്ജൂറ, ഈ സമുദായം, റസൂലുള്ളാഹി പറയാണ്, പടച്ചവനെ ഈ സമുദായം ഖുർആനെ പരിഹാസപാത്രമാക്കി കളഞ്ഞല്ലോ. ഖുർആനെ പരിഹാസപാത്രമാക്കിയിട്ട് എന്ത് വിവരങ്ങളാണ് ഖുർആൻ നൽകുന്നത്? നമ്മുടെ മക്കൾക്കൊക്കെ അത് പഠിപ്പിക്കണ്ടേ? വല്ലാത്ത ശാസ്ത്രത്തിൻ്റെ വിസ്ഫോടനങ്ങളാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്നാ യൂറോപ്യൻ കണ്ടുപിടിച്ചതിൽ നിന്നാ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ മരിച്ചു പോയതിന് ശേഷം രണ്ടാമതും അവനെ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന് സംശയമുണ്ടോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങൾക്കെന്താ സംശയം? മനുഷ്യന്റെ വിരലിന്റെ തുമ്പ് പോലും വ്യത്യസ്തനായിട്ട് സൃഷ്ടിച്ചവനാണ് പടച്ചവൻ. ഏത് നൂറ്റാണ്ടിലെ പറഞ്ഞറിയോ? 6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ പറയാ, മനുഷ്യന്റെ വിരൽ തുമ്പ് പോലും വ്യത്യസ്തനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സംശയം. ഒരു കളവ് നടന്നു, ഉടൻ തന്നെ ഫിംഗർ പ്രിന്റുകാർ വന്നു. എന്നിട്ട് ആരും പറഞ്ഞു, എന്നെ അവിടെ തൊടണ്ട, ആരും അവിടെ ആരും തൊടരുത്. അവിടെ അപ്പോൾ സ്പർശിച്ച ഒരാളുടെ വിരൽ അയാൾക്കേ അടയാളമുള്ളൂ, ലോകത്തുള്ള വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് ആ ഫിംഗർ പ്രിന്റുകാരൻ ആ വിരലിന്റെ അടയാളം എടുക്കുന്നു. ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന. മനുഷ്യന്റെ വിരലിന്റെ തുമ്പ് പോലും ഞാൻ വ്യത്യസ്തനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനത്തെ എനിക്ക് ഉണ്ടാക്കിയ മനുഷ്യനെ രണ്ടാമതും ഉണ്ടാക്കുക എന്നത് പ്രയാസമാണോ? സാധാരണ പെൻഷനും വലിയ രജിസ്ട്രേഷനൊക്കെ നടക്കുമ്പോഴേ ഒപ്പിനേക്കാൾ പ്രധാനമാണിത്. ഇപ്പോഴും രജിസ്ട്രേഷൻ നടക്കുമ്പോൾ എന്ത് ഒപ്പിട്ടാലും അവസാനം നിങ്ങൾ ആ തള്ളവിരലൊന്ന് കാണിക്കുക പറയും. എന്നിട്ട് ആ മഷിയിൽ മുക്കിയിട്ട് തമ്പ് ഇംപ്രഷൻ, ആ തള്ളവിരൽ കൊണ്ടൊരു ഒപ്പ്. ഈ ഒപ്പിനേക്കാൾ ഈ ഒപ്പ് ചിലപ്പോൾ മാറിപ്പോവും, മറ്റത് മാറില്ല. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞു, മനുഷ്യന്റെ വിരലിന്റെ തുമ്പ് പോലും വ്യത്യസ്തനായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഖുർആൻ. ശാസ്ത്രീയമായ ഒരുപാട് വിവരങ്ങളിലേക്ക് ഖുർആൻ വെളിച്ചം വീശുകയാണ്, എല്ലാ വിവരങ്ങളിലേക്കും. അഫറൈതുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങളൊക്കെ സാർവത്രികമായി സുഭിക്ഷമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണത് ഇറക്കിയത് മേഘപടലങ്ങളിൽ നിന്ന്? ഞാനോ നിങ്ങളോ? വേണമെങ്കിൽ എനിക്കതിനെ ഉപ്പുവെള്ളമാക്കാമായിരുന്നു. മഴയുടെ രീതിയെക്കുറിച്ച് ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ടല്ലോ. സമുദ്രത്തിലെ ജലം സൂര്യപ്രകാശത്തിൽ നീരാവിയായി ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിൽ തണുത്തുറഞ്ഞ മേഘപാളികളായിട്ട് രൂപാന്തരപ്പെട്ട് ആ മേഘപാളികളെ കാറ്റുകൾ വലിച്ചു കൊണ്ടുവന്ന് പരസ്പരം മുട്ടുന്ന ശബ്ദമാണ് അതിൻ്റെ ഇടി. അതിലുള്ള ഇലക്ട്രോൺ വിസരണമാണ് മിന്നൽ. അപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് മിന്നൽ കാണുന്നത്? ശബ്ദവേഗത്തേക്കാൾ കൂടുതലാണ് പ്രകാശവേഗത. അതുകൊണ്ട് ആദ്യം മിന്നൽ കാണുന്നു, പിന്നെ ഇടി കാണുന്നു, എന്നിട്ട് വീണ്ടും അത് ഭൂമിയിലേക്ക് മഴയായിട്ട് പതിക്കുന്നു. എങ്കിൽ സമുദ്രത്തിലെ ജലം ഉപ്പാണല്ലോ,
തിരിച്ചു വരുമ്പോൾ ഏത് ലബോറട്ടറിയിൽ വെച്ചാണത് ശുദ്ധീകരിച്ചത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. വേണമെങ്കിൽ എനിക്കതിനെ ഉപ്പുവെള്ളമാക്കാമായിരുന്നു. പക്ഷെ എവിടെ വെച്ചാണത് ശുദ്ധീകരിച്ചത്? ആരാണ് ശുദ്ധീകരിച്ചത്? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും, ജന്തു ജീവജാലങ്ങളെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും എല്ലാക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പക്ഷേ ഖുർആൻ്റെ ആളുകൾക്കറിയില്ല. ഖുർആൻ്റെ ആളുകൾ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിന് എന്താ ഖുർആനോ? ഞങ്ങൾ ഓത്തുപള്ളിയിലാകുമ്പോൾ കുറച്ച് ഓതിപ്പടിച്ചിട്ടുണ്ട്, അത്ര തന്നെ. പിന്നെ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ തഖ്വ ഉണ്ടാകണമെങ്കിൽ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ ഖുർആൻ ആവശ്യമാണ്. ഖുർആൻ ആവശ്യമാണ് ജീവിതം ഒന്ന് ഒതുക്കിപ്പിടിക്കാൻ. പടച്ചവന്റെ റസൂലിനെ സൂറത്തുൽ ബഖറയിൽ ആയത്ത് അവതരിക്കുന്നു. യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം വരും. യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം. പടച്ചവന്റെ റസൂൽ മകൾ ഫാത്തിമ ബീവിയെ വിളിക്കുന്നു. റസൂലുള്ളാഹിക്ക് 7 മക്കളാ, 3 ആണും 4 പെണ്ണും. റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3 ആണും 3 പെണ്ണും മരിച്ചു. ഒരു കുട്ടി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, ഫാത്തിമ. ഇടയ്ക്കിടയ്ക്ക് റസൂൽ പറയും, ഫാത്തിമത്ത് ഖിത്അത്തു കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ആ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആയത്തിറങ്ങിയപ്പോൾ, ഫാത്തിമ, ഇഹലോകത്ത് നിന്റെ വാപ്പാനോടെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, സാധിക്കുമെങ്കിൽ ഞാനത് നേടിത്തരാം. പക്ഷെ ഒന്നുണ്ട്, നാളെ പരലോകത്ത് എൻ്റെ വാപ്പ റസൂലാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാ എന്നുള്ള വല്ല ചിന്തയും ഉണ്ടെങ്കിൽ മാറ്റിവെച്ചോ. യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസമാണ് ഫാത്തിമ. റസൂലുള്ളാഹി പറയുക. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറയാ, നിങ്ങൾക്ക് മക്കളും നിങ്ങളുടെ സമ്പത്തും ഉപകരിക്കാത്തൊരു ദിവസം വരുന്നു. ഇപ്പം നമ്മൾ ദുനിയാവിൽ എന്താ പറയുക, എനിക്ക് അവൻ്റെ ഒന്നും മുനാസയൊന്നും വേണ്ട, എനിക്കിപ്പോൾ കഴിഞ്ഞുകൂടാനുള്ള അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മക്കൾ നല്ല ഗജകണ്ഠന്മാരാണ്, എനിക്ക് കഴിഞ്ഞുകൂടാനുള്ള അത്യാവശ്യ സമ്പത്തൊക്കെ ഉണ്ട്, എനിക്കിപ്പോൾ ആരുടെ കീഴിലും താഴൊന്നും വേണ്ട, എനിക്കിപ്പോൾ ആരും മുനാസൊന്നും, ആരും ഇപ്പം എന്നോട് ഒന്നും ആയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കും. മനുഷ്യൻ്റെ രീതിയാണല്ലോ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നിങ്ങളുടെ മക്കളും സമ്പത്തും ഒന്നും ഉപകരിക്കാത്തൊരു ദിവസം വരും. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ആരും ആരുടെയും പാപഭാരം ഏറ്റെടുക്കാൻ പറ്റാത്ത ദിവസം വരും. ഖുർആൻ പറയാണ്, ഈമാൻ വർദ്ധിപ്പിക്കാൻ പറയാണ്, ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഇങ്ങനത്തെ ഒരു ഘട്ടം നിനക്ക് വരുമെന്ന്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും നമുക്കും ഖുർആൻ അറിയണം. റമദാൻ അതിനായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത്, ഖുർആൻ പഠിക്കാൻ, മനസ്സിലാക്കാൻ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെന്നും ഇതേപോലെ ആരോഗ്യവാന്മാരായിട്ടിരിക്കില്ല. നമ്മളെ ശുശ്രൂഷിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ. നമുക്ക് വാർദ്ധക്യത്തിൽ അതിനെന്ത് വേണം ചോദിച്ചാൽ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ ഫലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങളുടെ ഉമ്മയും വാപ്പയും, ആരാ ഉമ്മയും വാപ്പയും? നിങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിച്ചു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചു, മുണ്ട് മുറുക്കി കൊടുത്തു. എന്നാലും എൻ്റെ മക്കൾക്ക് ഞാൻ സഹിച്ചതുപോലെ എൻ്റെ മക്കൾ എന്തായാലും സഹിക്കണ്ട. പാപ്പ പഠനത്തിന് എത്ര റുപ്യ വേണം? ഒന്നുമില്ലല്ലോ. എന്നാൽ പിന്നെ എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ശരി, പൻ്റെ കൂട്ടി വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യും, ആരോടെങ്കിലും പോയിട്ട് കടം വാങ്ങിയിട്ടെങ്കിലും എനിക്ക് പഠിക്കാൻ കിട്ടാത്ത അവസരം എൻ്റെ കുട്ടിക്ക് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് കടം വാങ്ങിച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും എൻ്റെ കുട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. ഉമ്മ എന്താ ഉണ്ടാക്കിയിരിക്കണത്? ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഉമ്മക്ക് വേണ്ടേ, ഉമ്മയൊക്കെ തിന്നു. ഉമ്മ പട്ടിണി കിടന്നാലും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്ന മാതാപിതാക്കൾ. ഇത് പഠിപ്പിക്കണേ. ഖുർആൻ വേണം. ഒരു ഭാഗത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഷർട്ടും മുണ്ടൊക്കെ. അപ്പോഴാണ് വീട്ടുകാർ കുട്ടീനെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്.
ചെക്കൻ്റെ ഒരു ചിരി നോക്കും, ഒന്നും ഇങ്ങോട്ട് കാട്ട്, വേണ്ടാന്ന് അത് പിന്നിപ്പം നിങ്ങൾ പോകാൻ നിൽക്കുകയല്ലേ, മൂത്രം ഒഴിക്കോളൂ, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ മകനല്ലേ എൻ്റെ മകളല്ലേ, എടുത്തു മൂത്രം ഒഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു, ഈ ചെക്കൻ്റെ ഒരു വിളവ് അങ്ങനെ പറയുക, ഈ ചെക്കൻ്റെ ഒരു വിളവ്, ഈ പെണ്ണിൻ്റെ ഒരു വിളവ് നോക്കുന്നുണ്ട് എന്നാ പറയുക. അതേ ഉമ്മയും വാപ്പയും നീ കാഷ്ടിച്ചപ്പോൾ മൂത്രിച്ചപ്പോൾ വെറുപ്പില്ലാതെ നിന്നെ പരിചരിച്ച ഉമ്മയും വാപ്പയും അവർക്ക് വാർദ്ധക്യം ബാധിച്ചപ്പോൾ പരിസരത്തൊന്ന് തുപ്പി അല്ലെങ്കിൽ ഒന്ന് മൂത്രിച്ചു, അതുകൊണ്ട് തന്നെ അപകർഷതാബോധത്തോടുകൂടി അല്ലെങ്കിൽ വലാ തഖുല്ലഹുമ ഉഫിൻ ഛേ എന്നൊരു വർത്തമാനം പോലും നീ അവരോട് പറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെയാണോ ഉള്ളത്? ഈ തള്ളനെ കൊണ്ട് തോറ്റു, ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറാൻ പറ്റാണ്ടായി, ആകെ വൃത്തികേടാണ്. എന്താ ചെയ്യുക? ഈ തന്തനെ കൊണ്ട് തോറ്റു. എത്ര മനുഷ്യന്മാർ മരിച്ചു പോണു, ഇതിനെയൊന്നും പടച്ചവൻ കൊണ്ടുപോകണം. അങ്ങനെ പറയുന്ന മക്കളുണ്ട്, എത്ര എണ്ണം പോണു. ഈ ഇതിനൊന്നും പടച്ചവൻ കൊണ്ടുപോകുന്നില്ലേ എന്ന് സ്വന്തം പിതാവിൻ്റെയും ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മുഖത്ത് നോക്കി പറയുന്ന മക്കളുണ്ടായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവർക്ക് നൽകിയിട്ടില്ല, വേണ്ടത്ര കൊടുത്തിട്ടില്ല. കാരണം എന്താ? പഠനമെന്ന തിരക്കിലായിരുന്നു, പഠിച്ചോട്ടെ, പക്ഷെ തലമുറ നിണ്ണതയ്ക്കാൻ പാടില്ലല്ലോ. അള്ളാഹുവിനെ കുറിച്ച് റൂഹ് തന്ന, ആയുസ് തന്ന, ആരോഗ്യം തന്ന, സമ്പത്ത് തന്ന എല്ലാത്തിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എന്തൊക്കെ പടച്ചവന അനുഗ്രഹം തന്നിരിക്കുന്നു വല്ല ഓർക്കാറുണ്ടോ? വൈൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു തന്ന അനുഗ്രഹം നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ തീരില്ല. ഒരു സഹോദരൻ, അദ്ദേഹം വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ, ഒരു ചെറുപ്പക്കാരൻ വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ ക്ലാസ്സിൻ്റെ മൂട്ടിൽ കുറച്ചെടുക്കണം. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ വെള്ളം നിറയെ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഡോക്ടർ പറഞ്ഞത് അളവിൽ കൂടുതൽ വെള്ളം കുടിക്കരുത് എന്നാണ്. പടച്ചവനെ നമുക്ക് തന്ന അനുഗ്രഹം, ക്ലാസ്സിൻ്റെ അല്പം എടുത്ത് വെള്ളം കുടിക്കണം, നിറയെ കുടിക്കണമെന്നുണ്ട്, പക്ഷേ ഡോക്ടർ പറഞ്ഞത് അളവിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ തകരാറ് മൊത്തം തകരാറിലാവും. അത് ആലോചിക്കുമ്പോൾ ചിന്തിച്ച് നോക്കൂ, റബ്ബേ എന്തുമാത്രം അനുഗ്രഹമാണ് എനിക്ക് നീ തന്നത്, എന്തുമാത്രം അനുഗ്രഹമാണ്. നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാണ്. പല സ്ത്രീകളും പറയാറുണ്ട്, ഉസ്താദെ ഈ കുട്ടിനെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല, അവിടെ പോയാൽ ഈ ചെക്കനെ ഈ പെണ്ണ് ഇതിന് ബുദ്ധി വളർച്ചയില്ല, കണ്ടതൊക്കെ പിടിച്ച് വലിച്ച് അവിടെ ഇരിക്കുന്നവരെയൊക്കെ ആകെ ബുദ്ധിമുട്ടിച്ച് നശിപ്പിച്ച്, അത് കാരണം എവിടെയും പോകാൻ പറ്റില്ല. ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി, എന്താ ചെയ്യുക? ദുആ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, പടച്ചവനെ എൻ്റെ മക്കളെ നീ കുറ്റമറ്റതാക്കി തന്നല്ല തമ്പുരാനെ, നീ എത്ര മഹാനാണ്, എനിക്ക് എത്ര ഔദാര്യം നൽകിയിരിക്കുന്നു. ചിലപ്പോൾ ചിലർ പറയണം, എൻ്റെ കുട്ടിയെ ഒന്ന് അങ്ങോട്ട് തിരിച്ചു കിടത്തണമെങ്കിൽ പരസഹായം വേണം, ഇപ്പുറത്തേക്ക് തിരിച്ചു കിടത്തണമെങ്കിൽ പരസഹായം വേണം. ഇത്രയും വയസ്സായിട്ടും എൻ്റെ കുട്ടിയെ എവിടേക്കും കൊണ്ടുപോകണമെങ്കിൽ ഒക്കത്ത് വെച്ച് കൊണ്ടുപോകണം. എന്താ ചെയ്യുക? അവന് വേണ്ടിയാണ് ജീവിതത്തിലൊരു സന്തോഷമില്ല, എല്ലാ സന്തോഷവും ഇപ്പോൾ അവന് വേണ്ടിയാണ്, അവന് വേണ്ടി സമർപ്പിക്കുകയാണ്. മാഷാ അല്ലാഹ്, പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹം, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് തിരിച്ചു കാണിക്കാൻ, റബ്ബിനോട് ശുക്ർ രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ശുക്ർ രേഖപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച്, റബ്ബ് തന്ന ആ അവസ്ഥയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചവൻ തന്ന അനുഗ്രഹത്തെക്കുറിച്ച് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതിലപ്പുറമില്ല. നിങ്ങൾ നോക്കൂ, 23 കൊല്ലം കൊണ്ട് അറേബ്യയിലെ കാട്ടറബികളായ മുഴുക്കുടിയന്മാരെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ഖുർആൻ നമ്മൾ വായിച്ചു പഠിച്ചു? വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കാട്ടറബികളായ അറബികളെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനാണ്. നമ്മൾ എത്രമാത്രം ഖുർആൻ വായിച്ചു പഠിച്ചു? വല്ല മാറ്റമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പടച്ചവൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടിയവരാകുകയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഞാനൊക്കെ എന്നാലും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. 10 വയസ്സ് മുതൽ നിസ്കാരം തുടങ്ങിയതാ, 10 വയസ്സ് മുതൽ ഞാനൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്.
إذا عاش الفتى 60 عاما نصف الليل تمحق الليالي ونصف النصف يذهب ليس يدري لغفلته يمينا عن شمالي وباقي الأمر أسقام وشيب وهم بارتخال وانقطاع. കവി പറയാ ഇതാ ആശൽ ഫത 60 ആമ, 60 വയസ്സ് വരെ ജീവിച്ച മനുഷ്യ, നിസ്ഫുൽ ലൈലി തമഹഖുൽ ലയാലി, നിന്റെ ജീവിതത്തിന്റെ പകുതി രാത്രി കവർന്നെടുത്ത് കൊണ്ടുപോയില്ലേ? ഒരു ദിവസത്തിന്റെ പകുതി 12 മണിക്കൂർ, അങ്ങനെയാകുമ്പോൾ 30 വർഷം അങ്ങനെ പോയില്ലേ? നിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി ലിഗഫലതിഹി യമീനൻ അൻ ശിമാലി, ബാക്കിയുള്ള 30 കൊല്ലത്തിൽ 15 കൊല്ലം എൻ്റെ കുട്ടിക്ക് വകതിരിവെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് തെക്കും വടക്കും നടന്നു തീർന്നില്ലേ? എൻ്റെ കുട്ടിക്ക് വകതിരിവെത്തിയിട്ടില്ല 15 കൊല്ലം, ബാക്കിയുള്ള 30 കൊല്ലത്തിൽ 15 കൊല്ലം അങ്ങനെ പോയില്ലേ? وباقي الأمر أسقام وشيب وهم بارتخال وانقطاع. 60 കൊല്ലത്തിൽ 30 പോയി, 30 കൊല്ലത്തിൽ 15 പോയി, ബാക്കിയുള്ള 15 കൊല്ലത്തിൽ യുവത്വം, അതുപോലെ തന്നെ പ്രാരാബ്ദങ്ങൾ, കുട്ടികൾ, കുടുംബം, തൊഴിൽ, അതിനിടയ്ക്ക് രോഗം. ബാക്കിയുണ്ടെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ, ശുക്ർ രേഖപ്പെടുത്താൻ നിനക്ക് എത്ര സമയം കിട്ടി? എത്രമാത്രം നിനക്ക് പുണ്യം നേടാൻ സാധിച്ചു? റബ്ബിൻ്റെ പൊരുത്തം നേടാൻ സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് റബ്ബിനോട് ഞാൻ കുറെ ചെയ്തു എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക എന്ന്? എങ്ങനെയാണ് പറയാൻ? അത് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഖുൽ നബിയെ പറയുക, അറിയിച്ചു കൊടുക്കുക, ഹൽ നുനബ്ബിഉകും, നിങ്ങളെ ഞാൻ അറിയിക്കട്ടെ, ബിൽ അഖ്സരീന അഅമാല, അമലുകളൊക്കെ പൊളിഞ്ഞു പോയ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കട്ടെ. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുന്യവിയായ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ എല്ലാ അമലുകളും അവിടെ തന്നെ അത് നശിച്ചു പോയി. വഹും യഹ്സബൂന, പക്ഷെ അവർ വിചാരിക്കുന്നത്, അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ദുനിയാവിൽ തന്നെ അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയ വർത്തമാനമൊന്ന് നബിയെ അവരൊന്ന് അറിയിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങനെയാവാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ അവതരിച്ചു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് വരെ വിശ്വാസിയാവില്ല, പുണ്യം നേടാൻ കഴിയില്ല. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉടനെ ഓടി കനകം വിളയുന്ന ഏറ്റവും വലിയ തോട്ടം, ബൈറുഹ തോട്ടം എന്നതിൻ്റെ പേര്, ആ തോട്ടത്തിൻ്റെ പ്രമാണം പടച്ചവൻ്റെ റസൂലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹയ്ക്ക് അള്ളാഹിൻ്റെ തൃപ്തിയേക്കാൾ വേറൊന്നും വേണ്ട റസൂലേ. ഖുർആൻ വരുത്തിയ മാറ്റമാണത്. അബൂ തൽഹയ്ക്ക് പടച്ചവൻ്റെ പൊരുത്തമാണ് വേണ്ടത്, അതിനപ്പുറം ഒന്നും വേണ്ട. റബ്ബിൻ്റെ അനുഗ്രഹത്തേക്കാൾ വലിയ അനുഗ്രഹമുണ്ടോ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതം, ഇതൊക്കെ നമുക്ക് എങ്ങനെ ബോധ്യമാവുക? ഉൻദുറു ഇലാമൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാമൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കൂ, നിങ്ങളെക്കാൾ മുകളിലേക്ക് നോക്കാതിരിക്കുക. അപ്പോൾ റബ്ബ് ചെയ്തെന്ന അനുഗ്രഹം ബോധ്യപ്പെടും. റബ്ബ് ചെയ്തെന്ന അനുഗ്രഹം ബോധ്യപ്പെടും. സാധാരണ പറയാറില്ലേ, ഉസ്താദേ സ്വത്തും മുതലൊന്നും വേണ്ടിയിരുന്നില്ല, 5 നേരം കുമ്പിടാനുള്ള ആഫിയത്ത് കിട്ടിയാൽ മതി. അതുവരെ ചിന്തിച്ചില്ല. പിന്നെ പറയാണ്, സ്വത്തും മുതലൊന്നും വേണ്ടിയിരുന്നില്ല, 5 നേരം റബ്ബിൻ്റെ മുമ്പിൽ കുമ്പിടാനുള്ള ആഫിയത്ത് കിട്ടിയാൽ മതി. അപ്പോഴാണ് ആഫിയത്തിനെ കുറിച്ച് ബോധ്യം വന്നത്. ആഫിയത്ത്, ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ, അത് റബ്ബിൻ്റെ മഹത്തായ ഫളിലാണ്, പടച്ചവൻ്റെ ഫളിലാണത്. അതിനു വേണ്ടിയാണ് തേടേണ്ടത്, അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആശുപത്രി കിടക്കകൾ അഭയം പ്രാപിച്ചാൽ ആദ്യമൊക്കെ എല്ലാവരും പരിചരിക്കും. പിന്നെ പരസഹായം വേണ്ടി വന്നാൽ പലർക്കും അവരുടെ ജീവിത തിരക്കിനിടയിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഒരുപാട്
ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ രോഗശയ്യയിൽ ഒരുപാട് കിടത്തരുതേ പറഞ്ഞ് പ്രാർത്ഥിക്കണം. റബ്ബിൻ്റെ അനുഗ്രഹമാണ് ആരോഗ്യം, സമ്പത്ത്, എല്ലാം. നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മളൊരു ദിവസം കറണ്ട് പോയാൽ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്താ കാരണം? കറണ്ട് ഉണ്ടായില്ല, കൊതു കടിച്ചിട്ടേ ആകെ പ്രയാസമായി, ഉറക്കേ ശരിക്കും കിട്ടിയില്ല. നിങ്ങളൊന്ന് പാലക്കാടിൻ്റെ തെരുവീതികളിലൂടെ ഒന്ന് രാത്രി നടന്നു നോക്കൂ. പുഴുവരിക്കുന്ന അഴുക്ക് ചാലിന് മുകളിൽ പലകകൾ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുമ്പിൽ പട്ട കെട്ടിയിട്ട് ടെൻറ്റ് കെട്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ ആ ടെൻറ്റുകളിൽ താമസിക്കുന്ന നിരവധി മനുഷ്യർ അവരുടെ കുട്ടികളെ അവിടെ തന്നെ തൊട്ടിൽ കെട്ടി ഉറക്കുന്നു. കൊതുവുണ്ട്, ദുർഗന്ധമുണ്ട്. നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പറ്റാത്ത ദുർഗന്ധം വന്നാൽ എന്തോ ഇവിടെ ഒരു വാസനയുണ്ട്, അയ്യോ എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല, അയ്യോ പറ്റില്ല എന്ന് നമ്മൾ പറയുമെങ്കിൽ പുഴുവരിക്കുന്ന അഴുക്ക് ചാലിന് മുകളിൽ പലകകൾ നിരത്തിയിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകും, സുബ്ഹാനല്ലാഹ്, എനിക്ക് നീ എത്രമാത്രം ഭാഗ്യമാണ് നൽകിയിരിക്കുന്നത്. സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു കൂര എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നല്ലോ. ഇനി അങ്ങനെ തന്നെ താമസിക്കുന്ന വിഭാഗമാണെങ്കിലും അഴുക്ക് ചാലിന് മുകളിലാണെങ്കിലും അവിടെയും സ്വസ്ഥതയില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നാൽ പറയുന്നു എല്ലാ ചട്ടിയും കലം എടുത്ത് പൊയ്ക്കോളൂ, അവിടെയും സ്ഥിരതയില്ല. അപ്പോഴാണ് പടച്ചവനെ എൻ്റേത് എന്ന് പറയുന്ന ആരും അട്ടിപ്പായിക്കാത്തൊരു കൂര എനിക്ക് നീ നൽകിയല്ലോ. റബ്ബിൻ്റെ അനുഗ്രഹമാണ്. വൈൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹു തന്ന അനുഗ്രഹത്തെ നീ എണ്ണാൻ ശ്രമിച്ചാൽ അറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഉമ്മാനെയും വാപ്പാനെയും കുറിച്ചൊക്കെ ബോധം. അത് ഖുർആൻ പഠിപ്പിക്കണം. ഉമ്മാനെയും വാപ്പാനെയും കുറിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴേ ആദ്യം എന്താ ചെയ്യേണ്ട അറിയോ? ഉമ്മാന്ന് വിളിച്ച് കയറണം. അപ്പോൾ ആ ഉമ്മാൻ്റെ മനസ്സിലുണ്ട്, ഉമ്മ ചോറ് തിന്നില്ലേ? ഇല്ല, എൻ്റെ കുട്ടി വരട്ടെ വരട്ടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വരാൻ വൈകിയാലും ഉമ്മ എന്താ തിന്നില്ല? ആ ഉമ്മാൻ്റെ മനസ്സ് നിറഞ്ഞു. എന്നാലും എൻ്റെ കുട്ടി വന്ന ഉടനെ ഉമ്മ എന്നാണ് വിളിച്ചത്, ഉമ്മ എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു അറിയാത്തൊരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉയരും. പഠിച്ചവനെ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്കണേ. ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. ആരും പറഞ്ഞിട്ടില്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ കുട്ടി വന്ന ആദ്യം ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, എന്താ ഉപ്പ എന്നൊരു പ്രയാസം പോലെ, എന്തെങ്കിലും വേണോ? എന്തെങ്കിലും പ്രയാസമുണ്ടോ? ചായ കുടിക്കാൻ എന്തെങ്കിലും വേണം? പൈസ ഉണ്ടെങ്കിൽ എടുത്തോളിയിട്ടില്ല, നിങ്ങൾ എന്താ വേണ്ടിച്ചെടുത്തോളി, ചോദിക്കുകയൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട മേനെ, എന്താ വേണ്ടിച്ചെടുത്തോളി, അത് പറഞ്ഞു കിട്ടിയാൽ തന്നെ മതി. ആ ഉപ്പാൻ്റെ മനസ്സ് നിറയാണ്. എൻ്റെ കുട്ടിയുള്ള കാലത്തോളം എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ കുട്ടികളുടെ കാലത്തോളം എനിക്കൊരു പ്രശ്നമില്ല. ഉമ്മയും വാപ്പയും വിചാരിക്കുക, ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും പ്രാർത്ഥനയുണ്ടല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ സ്വീകരിക്കും. നേരെ മറിച്ച് രണ്ടാമതൊരു സംഗതിയുണ്ട്. എന്താ അറിയോ? നിങ്ങൾക്കേ മക്കൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പുറത്ത് മക്കളില്ലേ, കുറച്ചൊക്കെ അവിടെയും പോയി താമസിക്കും. ഇത് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ കെട്ടിപ്പടഞ്ഞിരിക്കുകയാണ്. എനിക്കും വേറെ പണികളുണ്ട്, എനിക്കും ചിലവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അവനക്കല്ലേ അത് കൊടുത്ത് അവിടെ പോയി കുറച്ച് ദിവസം, അവിടെ പോകുമ്പോൾ പറയും ഇവിടെ ആളില്ല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. അപ്പോഴാണ് ഈ ഉമ്മയും വാപ്പയും നിസ്സഹായരായിട്ട് മനസ്സിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ എൻ്റെ മക്കൾക്കൊന്നും എന്നെ വേണ്ട, തട്ടിക്കളിക്കുകയാണ്, നീ എന്നെ ഒന്നാണ്ട് വിളിച്ചാലും എത്ര നന്നായി, എൻ്റെ മക്കൾക്കൊന്നും വേണ്ട, അവർക്ക് അവരുടെ സൗകര്യത്തിന് പ്രശ്നമാണ്, അവർ പരസ്പരം തട്ടിക്കളിക്കുന്നു, എന്നെ ഒന്നാണ്ട് വിളിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് നിസ്സഹായരായിട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ പ്രാർത്ഥന പടച്ചവൻ മക്കൾക്ക് പ്രയാസമുണ്ടാക്കും. അതിനാണ് ഖുർആൻ പഠിപ്പിക്കണം. അത് പറയാതിരിക്കണമെങ്കിൽ ഖുർആൻ പഠിപ്പിക്കണം, ഖുർആനിലൂടെ കൊണ്ടു നടത്തണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ വർദ്ധിപ്പിക്കണം. പെരുമാറ്റത്തിലും സഹോദരൻ തമ്മിലുള്ള ബന്ധം, വീട്ടിൽ നിന്ന് ഉമ്മയും വാപ്പയും മരിച്ച ആ വീട്ടിൽ ദീനില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതെ, ആ തൊടി എനിക്ക് പറഞ്ഞതാണ്, നിനക്കല്ല. ഉമ്മാൻ്റെ കാതിലുള്ള ചുറ്റുണ്ടല്ലോ, അത് പെമ്മക്കൾക്കുള്ളതാ, അതൊന്നും വേണ്ട, ഞങ്ങൾക്കുള്ളതാണ്. വേറൊരാൾ പറയുന്നു ആ തറവാട്ടിൻ്റെ ഓട് പോലും കുറിച്ചിട്ട് വീതിക്കണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഉമ്മയും വാപ്പയും പടിയിറങ്ങുമ്പോഴേക്കും പലരും പറയണം ആ തള്ള അവന് എഴുതി കൊടുത്തു, ഞാനെന്താ മക്കളല്ലേ, ആ തന്ത അവന് എഴുതി കൊടുത്തു, ഞാൻ മകനല്ലേ. ഇങ്ങനെ പരസ്പരം മരണപ്പെട്ടു പോയ മാതാവിനെയും പിതാവിനെയും ശപിക്കുകയും പഴിചാരുകയും ചെയ്യുന്ന മക്കളാണെങ്കിൽ അത്തരം മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനു ഓടിപ്പാഞ്ഞു എന്നാണ് ചോദ്യം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മുതലും സന്താനങ്ങളുമൊക്കെ ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. തൊട്ടപ്പുറത്ത് വേറൊരു സൂറത്തിൽ പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ന,
നിങ്ങൾക്ക് സ്വത്തും മക്കളുമൊക്കെ പരീക്ഷണോപാധിയാണ്. അവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം, ദീന് പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിക്കണം, പടച്ചവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ സംസാരവും ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളും നിങ്ങളുടെ മക്കളെ സ്വാധീനിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് പകർന്നു കിട്ടുകയുള്ളൂ. നിങ്ങൾ വിളിക്കുമല്ലോ ഉമ്മാനെ അരുമയോടുകൂടി, അത് മക്കൾ കണ്ടുപഠിക്കണം. എവിടെ പോയി വന്നാലും എൻ്റെ എപ്പോഴും നമ്മൾ പലപ്പോഴും പറയല്ലേ, എൻ്റെ ഉപ്പാൻ്റെ ഒരു ശീലമുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ ഒരു ശീലമുണ്ട്. സുബഹി നമസ്കരിച്ചാൽ ഒരു പേജ് ഖുർആൻ ഓതാതെ എൻ്റെ ഉമ്മ മറ്റൊന്നിനും ഏർപ്പെടാറില്ല. ഞാൻ ഇന്നും എൻ്റെ ഉമ്മാനെ കണ്ടിട്ട് അങ്ങനെ പലരും പറയാറുണ്ട്. എൻ്റെ ഉമ്മ സുബഹി നമസ്കരിച്ചാൽ ഖുർആൻ ഓതുന്നത് ഞാൻ എന്നും കാണും. മക്കൾ കാണുക. എൻ്റെ ഉപ്പയുണ്ടല്ലോ, ഒരു മനുഷ്യനെക്കുറിച്ച് വേണ്ടാത്ത പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ നാവെന്ന് വന്നിട്ടില്ല. എൻ്റെ ഉപ്പാൻ്റെ നാവെന്ന് ഒരു മനുഷ്യനെങ്കിലും വേണ്ടാത്ത പറയുന്ന അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്കൊന്ന് പകർന്നു കൊടുക്കാൻ നമുക്കൊന്ന് സാധിച്ചാൽ, അന്യനെക്കുറിച്ചൊന്നും മോശമായത് പറയാത്ത, അന്യനെക്കുറിച്ചൊന്നും മോശമായത് ചെയ്യാത്ത, ആരുടെയും അപഹരിക്കാത്ത, മനസ്സിൽ പകയും വിദ്വേഷവും ഒന്നുമില്ലാത്ത ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ പടച്ചവൻ എന്നിൽ വന്ന വീഴ്ചകൾ പുറത്തിട്ട് എനിക്കവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഉപ്പാനെയും ഉമ്മാനെയും മക്കൾ ഓർക്കാതിരിക്കുമോ? ആ ഉപ്പയും ഉമ്മയുമാണ് മക്കൾക്ക് മാതൃക എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്കാണ്. ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം വേറൊരു ഭാഗത്ത് കൂടെ പോകുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് എന്തുമാത്രം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ എവിടെയെങ്കിലും ജോലി കഴിഞ്ഞ് വരികയാണ്, വീടല്ലേ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിൽ വരുമ്പോണ്ട് ഉമ്മർത്ത് കുറച്ച് ചോറിൻ്റെ വെച്ച് കുറച്ച് പാത്രം ഗ്ലാസ്സൊക്കെ കിടക്കണം. രണ്ട് സമീപനമുണ്ട് അവിടെ. ഒന്ന് ഇസ്ലാമിക സമീപനം, ഒന്ന് ജാഹിലിയത്തിൻ്റെ സമീപനം. ജാഹിലിയത്തിൻ്റെ സമീപനം ആദ്യം വരിക നമുക്കൊക്കെ എങ്ങനെ, എന്താ ഇമ്മറത്ത് ഈ വീടിൻ്റെ അമ്മറം ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറും, നാറിപ്പഴുത്തിട്ട് നിനക്കൊക്കെ എന്താടി ഇവിടെ പണി, നീ എന്താ ഇവിടെ ചെയ്യണത്, ഈ വീട്ടിലേക്ക് ഒരാൾ കയറുമോ, എന്താ ഇതിൻ്റെ കോലമാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന കുടുംബിനി അവൾ ചിന്തിക്കുകയാണ്, രാവിലെ കിടക്കപ്പായയിൽ എണീറ്റത് മുതൽ വൈകുന്നേരം കിടക്കപ്പായയിലേക്ക് പോകുന്നത് വരെയുമുള്ള പണിയാണ് വീട് പണി, ഗാർഹിക പണി. എന്തൊക്കെ ഞാൻ ചെയ്യണം. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, നിനക്കിവിടെ എന്താ പണിയെന്ന്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങളെന്താ മനുഷ്യ പണി കഴിഞ്ഞ് വരുമ്പോൾ കുടിച്ചിട്ടാണ് വരുന്നത്, എന്താ ഈ പൂച്ചനെ പിടിച്ച് നായൻ്റെ മുഖത്തിട്ട പോലെ ചാടുന്നത്, നിങ്ങളെന്താ വല്ല കുടിച്ചിട്ടാണ് വരുന്നത്, പോരെ? ഒരു കുടുംബജീവിതം തകരാൻ അതുപോലെ ഒരു ഇസ്ലാമിക സമീപനമുണ്ട് അതിൻ്റെ. അത് റസൂലിൻ്റെ മാതൃകയാണ്. അതിന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണ്? വരുമ്പോൾ ഇതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. നോക്കാം, ഈ ഇവിടെയൊക്കെ ചോറ്റിൻ്റെ വെറ്റും ഗ്ലാസ്സൊക്കെ കിടക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ആ കുപ്പ കോരിയും ചൂലും കണ്ടുമായിട്ട് ഞാൻ അടിച്ചു വരാം. അപ്പോൾ വീട്ടുകാർ പറയുന്നത്, നിങ്ങൾ ഇത്ര നേരം പണിയെടുത്തത് ചെയ്യും, വേണ്ട ഞാൻ ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് അത് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അല്ല, ആ കുപ്പ കോരും ചൂലും കൊണ്ട് കാട്ടും, ഞാൻ ചെയ്യാം, വേണ്ട ഞാൻ ചെയ്യാം. സ്നേഹം ഒന്നുകൂടി വർദ്ധിക്കുന്നു. സംഗതി ഒരേ ലക്ഷ്യം, പക്ഷേ ഒന്ന് ഇസ്ലാം, ഒന്ന് ജാഹിലിയത്ത്. ആദ്യത്തേത് പരസ്പരം തെറ്റുന്ന, എന്താ നിനക്ക് ഇവിടെ പണിയെന്ന്, അപ്പം നിങ്ങളെന്താ കുടിച്ചിട്ടാണ് വരുന്നത്, പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥ, ശത്രുക്കളാകുന്ന അവസ്ഥ. രണ്ടാമത്തേതിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ സമീപനം ഇസ്ലാമിൻ്റെതായി പോയപ്പോൾ സ്നേഹം വർദ്ധിച്ച്. നോക്കാം, അവിടെ അങ്ങനെ വൃത്തികേടായി കിടക്കുന്നുണ്ട്, കുട്ടികൾ ചെയ്തിട്ടായിരിക്കും. നീ ഒരു കാര്യം ചെയ്യാം, കുപ്പ കോരി ചൂലും കൊണ്ട് കാട്ടും, ഞാൻ ചെയ്യാം. അയ്യോ വേണ്ട ഞാൻ ചെയ്യാം, അല്ലാതെ ഞാൻ ചെയ്യേ, വേണ്ട ഞാൻ ചെയ്യാം. ഇതെവിടെ നിന്നാണ് കിട്ടിയറിയോ? പടച്ചവൻ്റെ റസൂൽ ഒരിക്കൽ ജൈനബ് ബീവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പായസം കൊണ്ടുവന്നു. മധുരപാനീയം എന്നൊക്കെ ഹദീസിലുണ്ട്, എന്തോ ആവട്ടെ. ആയിഷ ബീവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണ് എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആയിഷ ബീവിക്ക് ഒരു ദേഷ്യം വന്നു. ഒരൊറ്റ തട്ട്. സ്വാഭാവികമായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പായസം തട്ട്, അങ്ങനത്തേനോ. അപ്പോൾ ഒരാൾ പിരിമുറുക്കാനും കൂടി, നീ അതൊക്കെ എന്തിനാടാ മീശ വെച്ച് നടക്കണത്, അവളൊക്കെ നീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തട്ടി പറഞ്ഞാൽ പൊട്ടിക്കട രണ്ട്. അങ്ങനെയാണല്ലോ ജാഹിലിയത്ത്, അങ്ങനെയാണല്ലോ. നീ എന്തിനാ മീശയൊക്കെ വെച്ച് നടക്കണത്, ഒരു പായസം ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് തട്ടി പറഞ്ഞാൽ പിന്നെ നീ എന്തിനാ കൊള്ളുക. പടച്ചവൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് തട്ടി, നിലത്ത് പോയി, പായസമൊക്കെ നിലത്ത് പോയി. അള്ളാഹുവിൻ്റെ റസൂല് ഒന്നും മിണ്ടിയില്ല. എണീറ്റ് പോയി ഒരു തുണിക്കഷ്ണം എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് നിലത്ത് പോയ പായസം തുടച്ച് സ്വന്തം കൈവെള്ളയിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി വന്നുകൊണ്ട് കൈപിടിച്ചു, പടച്ചവൻ്റെ റസൂല്
എന്നിൽ നിന്നൊരു അപരാധം സംഭവിച്ചാണ്, എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞ് ആ തുടച്ചുകൊണ്ടിരിക്കുന്ന തുണി സ്വന്തം കയ്യിലേക്ക് വാങ്ങി റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ആ പായസത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്വന്തം കയ്യിലേക്ക് ആക്കിയിട്ട് എന്നോട് പുറത്തു തരണമെന്ന് പറയുമ്പോൾ ആയിഷ അതൊക്കെ നിനക്ക് അവകാശമുള്ളതല്ലേ എന്ന് പറയുന്ന മഹോന്നതമായ ഖുർആനിൻ്റെ പ്രഖ്യാപനം വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഖുർആൻ അങ്ങനെ പറഞ്ഞത്, അവളോട് നീ മാന്യമായിട്ടേ പെരുമാറാവൂ. ഈ ഒരു ഖുർആൻ്റെ അർത്ഥവാക്യമുണ്ടെങ്കിൽ കുടുംബ കോടതി കയറുമോ? ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ കുടുംബ കോടതി കയറുമോ? പരസ്പരം പഴിചാരിയിട്ട് വാശിയും വൈരാഗ്യവുമായിട്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ കേസുകൾ ഇങ്ങനെ കെട്ടിക്കെട്ടി പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഞാനത്ര മോശക്കാരൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ കുടുംബത്തിന് ഒന്നുമില്ലാത്തവിടെ നിന്ന് കയറി വന്നതല്ല, അത്യാവശ്യം നന്നായിട്ട് വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങോട്ട് കിട്ടുമൊന്നുമില്ല, എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വാശിയും വൈരാഗ്യവും തീർത്തുകൊണ്ട് ജീവിതം അങ്ങനെ തുലയ്ക്കുന്ന, ഒരു ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ എന്താ കാരണം? ഖുർആനിൽ നിന്നകന്നു ജാഹിലിയത്തിലേക്ക് പോയി. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. അവളോട് നീ മാന്യമായിട്ടേ പെരുമാറാവൂ. തീർന്നില്ല. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. അവൾ നിന്റെ വസ്ത്രമാണ്, നീ അവളുടെ വസ്ത്രമാണ്. ഖുർആൻ പറയുക എന്താ വസ്ത്രത്തിൻ്റെ ധർമ്മം? നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നമ്മുടെ ശരീരവും തമ്മിൽ എന്താ ബന്ധം? ഒട്ടിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ കുറവുകളും പോരായ്മകളുമൊക്കെ മറച്ചു വയ്ക്കാനാ വസ്ത്രം, നമ്മളെ സംസ്കാര സമ്പന്നനാക്കാനാ വസ്ത്രം. ഭർത്താവ് എന്ന മനുഷ്യനായതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന വീഴ്ചകളും പോരായ്മകളും മറച്ചു വെക്കേണ്ടത് ഭാര്യയുടെ കടമയും, ഭാര്യ എന്ന നിലയ്ക്ക് സ്ത്രീ എന്ന നിലയ്ക്ക് അവളിലുണ്ടാകുന്ന പോരായ്മകൾ മറച്ചു വെക്കാൻ ഭർത്താവും ബാധ്യസ്ഥനാണ്. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങളാണ്, താങ്ങും തണലുമാണ്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും പൊടിയിൽ നിന്നുമൊക്കെ രക്ഷിക്കാനാണ് നിന്റെ വസ്ത്രമെങ്കിൽ, ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും രക്ഷിച്ച് താങ്ങും തണലുമാകേണ്ടവരാണ് ദമ്പതികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ഖുർആനാണ് പറയുന്നത്. ഖുർആനിലേക്ക് നടന്നു നീങ്ങിയാൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട് എന്ന് മാത്രമല്ല, പരലോകത്ത് നാളെ ഖുർആൻ വരുമത്രേ. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഈ റമദാനും ഖുർആനും ഒക്കെ വരുമത്രേ. എന്നിട്ട് പറയുമത്രേ, എന്നെ ഉറക്കമൊഴിച്ച് പാരായണം ചെയ്തതാണ്, പഠിച്ചതാണ് പടച്ചവനെ, അതുകൊണ്ട് ഇയാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, ഒരു ആദാബും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുമത്രേ. അങ്ങനെ ശുപാർശ ചെയ്തവർ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. നമ്മൾ സ്വയം ചിന്തിക്കണം. ആരും വിമർശിക്കും. അതിനൊക്കെ നമ്മളിപ്പോൾ മിടുക്കന്മാരാ. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്തറിയോ? അപരൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുക. അവിടെ മിടുക്കന്മാരാണ് ഇപ്പോൾ നമ്മൾ. എന്നാലും ഞാൻ അവനേക്കാൾ കേമനാണ്, അവൻ ഇതിനേക്കാൾ മോശമാണ്. അപരൻ്റെ തെറ്റുകൾ, അന്യൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് സ്വന്തം തെറ്റുകൾക്ക് ന്യായീകരണം കണ്ടെത്തുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. രക്ഷപ്പെടാൻ പോകുന്നില്ല. ആരും ആരുടെയും തെറ്റുകൾക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവനവൻ്റെ ഹിസാബ് അവനവൻ പടച്ചവൻ്റെ മുമ്പിൽ ജീവിതത്തിൽ എന്ത് വർത്തിച്ചു എന്ന് റബ്ബിൻ്റെ മുമ്പിൽ വിധി പറയേണ്ടി വരും. മറ്റൊരാളെ ചെയ്തു, അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ നമുക്കൊരു കടമ കൂടിയുണ്ട് സഹോദരങ്ങളെ, അതും ഖുർആൻ പറയുന്നുണ്ട്. ആ കടമ പക്ഷേ നമുക്ക് പരമാവധി നമുക്ക് അറിയില്ല, നമ്മളെ അറിയിച്ചിട്ടുമില്ല. ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6 എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു. പക്ഷെ ഒന്നുണ്ട്, സമൂഹത്തിൽ നന്മ കൽപ്പിക്കാനും തിന്മ നിരോധിക്കാനും ദുർബലർക്ക് നീതി നേടി കൊടുക്കാനും അന്യായമായതിനെ നീ എതിർക്കാനും അതുപോലെ തന്നെ അശരണരായ മനുഷ്യർക്ക് താങ്ങും തണലുമാകാനും നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. അതൊന്നും എൻ്റെ ചുമതലയല്ല. ഞാൻ നല്ല നിസ്കരിക്കുന്നുണ്ട്, നല്ലോണം നോമ്പ് നോൽക്കുന്നുണ്ട്, അപ്പുറത്തോ അതൊന്നും അതിലേക്ക് നിങ്ങൾ പോകണ്ട, ഇപ്പുറത്തോ അതൊന്നും നീ നോക്കണ്ട, അവിടെയും നീ നോക്കണ്ട. നീയും നിൻ്റെ പടച്ചവനും മാത്രമായിട്ട് അങ്ങനെ നമസ്കരിക്കുകയും നോമ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടോ എന്ന് അത് ഖുർആൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. പടപ്പുകളെ കാണാത്ത ഒരു ഇസ്ലാം പടച്ചവൻ പഠിപ്പിച്ചിട്ടില്ല. പടച്ചവനോടുള്ളതുപോലെ തന്നെ പടപ്പുകളോടും ബാധ്യതയുണ്ട്. പടപ്പുകളെ കാണാത്ത ഇസ്ലാം ഇല്ല. മൂസാ നബിയുടെ സമൂഹത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മൂസാ നബിയുടെ സമയം ബനി ഇസ്രായേൽ സമൂഹത്തിൽ അവർക്ക് ശബ്ബത്ത് നാൾ, ശനിയാഴ്ചയാണ് അവരുടെ പ്രാർത്ഥന, നമുക്ക് വെള്ളിയാഴ്ച പോലെ. അപ്പോൾ ശബ്ബത്ത് നാളിൽ അല്ല പറഞ്ഞു മൂസാ നബിയോട് അന്ന് പ്രാർത്ഥനാ ദിവസമായിട്ട് ആചരിക്കാൻ പറഞ്ഞു. അവർ മുക്കുവന്മാരാ, എല്ലാവരും ബഹുഭൂരിഭാഗം മീൻപിടുത്തക്കാരാ. മൂസാ നബി പറഞ്ഞു, ഇന്ന് ശബ്ബത്ത് നാൾ നിങ്ങൾ പോകണ്ട, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പോകണ്ടല്ലോ, ഇന്ന് ദൈവത്തിന് പടച്ചവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം പറഞ്ഞു.
അപ്പോൾ അതിൽ 3 വിഭാഗമായി. ഒരു വിഭാഗം പോയില്ല, മൂസാ നബി പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം പറഞ്ഞു മൂസ നമ്മുടെ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ വരികൾക്കിടയിലൂടെ അക്ഷരങ്ങൾ പിടിച്ചിട്ട് വ്യാഖ്യാനിക്കുമല്ലോ, അതുപോലെ മൂസ കൈകൊണ്ട് പിടിക്കേണ്ടതെന്നല്ല പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യും, ഇന്ന് പോയിട്ട് ഒരു കഴായി വെട്ടി ഉണ്ടാക്കിയിട്ട് ഒരു കൊക്കർണി ഉണ്ടാക്കിയിട്ട് മീൻ വരാൻ സാധ്യതയുള്ള ഭാഗത്ത് ഒരു കൊക്കർണി ഉണ്ടാക്കിയിട്ട് മുഴുവൻ അതിലേക്ക് വിളിച്ച് കൊണ്ടുവന്ന് ചാടിച്ചിട്ട് നാളെ നമുക്ക് ഒന്നിച്ച് പിടിക്കാം, കൈകൊണ്ട് പിടിക്കേണ്ടതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അവർ സ്വയം പോയില്ല, പോകുന്ന മനുഷ്യരെ തടഞ്ഞു. ഒന്നാമത്തെ വിഭാഗം പോയില്ല, പക്ഷെ അവർ പറഞ്ഞു നമ്മളെന്തിനാ വയ്യാവേലിക്ക് നിൽക്കണത്, അവരവരുടെ പാട് നമ്മൾ നമ്മുടെ പാട്, എന്തിനാ ഇപ്പം നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ അവർ നേരാണ്, നമുക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ, നമ്മളൊക്കെ പറഞ്ഞിട്ടപ്പോൾ അവർ എന്തോ ചെയ്യട്ടെ, നമുക്ക് ആ കാര്യം നമുക്ക് നമ്മുടെ കാര്യം. വേറൊരു വിഭാഗം പോയി. മൂന്നാമത്തെ ഒരു വിഭാഗം പോയില്ല, പോകുന്നവരോട് പറഞ്ഞു ദൈവത്തിൻ്റെ പടച്ചവൻ്റെ ശിക്ഷ ഇറങ്ങും, നിങ്ങൾ മൂസാ നബിയുടെ പ്രവാചകൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാണ് പോകുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്യരുത്. സ്വയം തെറ്റ് ചെയ്തില്ല, തെറ്റിനോട് മൗനം പാലിച്ചുമില്ല. തെറ്റിനോട് മൗനം പാലിക്കുക, സ്വയം തെറ്റ് ചെയ്തില്ല, പക്ഷെ തെറ്റ് ചെയ്യുന്നവരോട് മൗനം പാലിച്ചില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു. അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി, 2 വിഭാഗത്തെ പിടികൂടി. നമ്മുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ധിക്കരിച്ച് പോയവരെ മാത്രമേ പിടികൂടാൻ പാടുകയുള്ളൂ. പക്ഷേ രണ്ടാമത്തെ വിഭാഗം പോയില്ല, പോകുന്ന മനുഷ്യന്മാരെ നോക്കിയിട്ട് നമുക്കെന്തിനാപ്പോൾ അതിന് നിൽക്കണത്, നമ്മൾ നമ്മുടെ പാട് എന്ന് പറഞ്ഞിരുന്നില്ലേ, അവരെയും ശിക്ഷ പിടികൂടി. സൂറത്തുൽ ബഖറയിൽ അത് പറയുന്നുണ്ട്. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. നമുക്ക് നമ്മുടെ ബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഖുർആൻ പഠിപ്പിക്കണം, നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം, സമൂഹത്തിലേക്ക് നമ്മിൽ നിന്ന് അതിൻ്റെ ഗുണം അനുഭവിക്കാൻ കഴിയണം. ഖുർആനിൻ്റെ ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം അനുഭവിക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോടൊരു കഥ പറയുകയാണ്. സഹാബത്തെ, ബനി ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഒരു കപ്പൽ യാത്ര, കപ്പലിൽ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ മുകൾ തട്ടിൽ VIP-കളുണ്ട്, അത്യാവശ്യം സമ്പന്നർ. കപ്പലിൻ്റെ അടിത്തട്ടിൽ ലോക്കൽ ക്ലാസ്സാണ്, പക്ഷേ ശുദ്ധജലം മുകളിൽ തട്ടിലാണ്. താഴെ തട്ടിൽ നിന്ന് സാധാരണക്കാരായ മനുഷ്യർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെള്ളമെടുക്കാൻ പോയപ്പോൾ മുകളിലെ VIP-കൾ പറഞ്ഞ് ചണ്ടി ഭണ്ഡാരങ്ങളെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടി. ഇവരെന്തിനാ അങ്ങോട്ട് കയറി വരുന്നത്, നമ്മൾ അങ്ങോട്ടൊന്നും ഉപദ്രവിക്കാൻ പോകണില്ലല്ലോ, എന്തിനാ ഇതുകൾ ഇങ്ങോട്ട് കയറി വരുന്നത്, ആകെ പ്രയാസമായല്ലോ. ഇപ്പോൾ ഇതുകൾ ഇടയ്ക്കിടയ്ക്ക് വരിക കാരണം നമുക്കൊരു സ്വസ്ഥതയില്ലാതായല്ലോ. ഇതങ്ങനെ പറഞ്ഞ് വലുതായപ്പോൾ താഴെയുള്ള അടിത്തട്ടിലെ ആളുകൾ കൂടി ചേർന്നിട്ട് പ്രഖ്യാപിച്ചു, നമുക്കെന്തായാലും കപ്പൽ യാത്ര 1 മാസം പിടിക്കുമല്ലോ, ജീവൻ നിലനിർത്തണ്ടേ, അതുകൊണ്ട് മുകൾ തട്ടിലേക്ക് പോയാൽ അവർ ആട്ടും തുപ്പുമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഉപ്പുവെള്ളം കുടിച്ചിട്ടെങ്കിലും ജീവിക്കുക, അതുകൊണ്ട് കപ്പലിനൊരു ദ്വാരമുണ്ടാക്കുക എന്ന് തീരുമാനിച്ചു. വിവേകമില്ലാത്ത പണിയാണ്. മുകളിലെ തട്ടിലെ ആളുകൾ ഇതറിഞ്ഞു. അവർ പറഞ്ഞു അവരായി അവരുടെ പാടായി, നമുക്കതിലൊന്നും ഇടപെടണ്ട, അവരായി അവരുടെ പാടായി, നമ്മളെന്തിനാ അതിൽ ഇടപെടണം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമ്മളെന്തിനാ അതിൽ ഇടപെടുന്നത്, അവരായി അവരുടെ പാടായി. അവസാനം കപ്പലിന് ഓട്ടയുണ്ടാക്കി. ആദ്യം കപ്പലിലേക്ക് വെള്ളം കയറി. ആരാണോ ദ്വാരമുണ്ടാക്കിയത് അവരെ ശിക്ഷ പിടികൂടി. പക്ഷേ മുകളിലെ തട്ടിൽ ഇതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല, പക്ഷേ നമുക്കെന്താണ് അതിൽ നോക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് VIP-കളായിട്ട് മുകളിലുണ്ടായിരുന്നു. സഹാബത്തെ രണ്ടാമത് അവരെയും ശിക്ഷ പിടികൂടി. പടച്ചവൻ്റെ റസൂല് പറയുന്നു, സഹാബത്തെ താഴെ തട്ടിലുള്ള ആളുകൾ ഈ അവിവേകം ചെയ്യുന്നത് കണ്ടിട്ട് മുകളിലെ തട്ടുകളിലെ ആളുകൾ ഇറങ്ങി വന്നിട്ട് അവരുടെ കൈയൊന്ന് പിടിച്ചിട്ട് നിങ്ങൾ ഈ അപരാധം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അവർ ചെയ്യാത്തത് കൊണ്ട് എല്ലാവരും നശിച്ചു. അവരത് ചെയ്യാത്തത് കൊണ്ട്, അവരെങ്ങാനും അത് ചെയ്തിരുന്നുവെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുമായിരുന്നു. വിവേകമില്ലാത്ത പണി കണ്ടിട്ട് എന്തോ ആവട്ടെ അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞപ്പോൾ ശിക്ഷ അവരെ പിടികൂടിയെങ്കിൽ രണ്ടാമത് ഇവരെയും പിടികൂടിയെന്ന് പടച്ചവൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റമളാൻ അങ്ങനെ കൂടി നമുക്ക് പ്രചോദകമാകണം. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, എവിടെയും നന്മ, വർത്തമാന നന്മ, അവശ വിഭാഗങ്ങളോട് കാരുണ്യം, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ, ജീവിതത്തിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊക്കെ കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ
ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യത്ബഉൽ മയ്യിത സലാസുൻ യർജി സിനാനി വയബ്ഖാ വാഹിദുൻ. മരിച്ചാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിച്ചിട്ട് മണ്ണറക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 കൂട്ടർ അവരുടെ പിന്നാലെ പോകും. യർജി സിനാനി വയബ്ഖാ വാഹിദുൻ. 2 കൂട്ടർ ഈ മനുഷ്യനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വരും. വയബ്ഖാ വാഹിദുൻ. 1 മാത്രമേ അവശേഷിക്കൂ. സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലേ പറയണത്? മയ്യത്തിൻ്റെ പിന്നാലെ 3 കൂട്ടർ പോകുക, എന്നിട്ട് മയ്യത്തിനെ അവിടെ ആക്കിയിട്ട് 2 കൂട്ടർ തിരിച്ചു വരിക, 1 കൂട്ടർ അവിടെ നിൽക്കുക. എന്താണത്? യർജഅഹ്ലുഹു വമാലുഹു. അവൻ്റെ അഹ്ലും മാലും തിരിച്ചു വരും. വയബ്ഖാ അമലുഹു. അവൻ്റെ അമല് മാത്രമേ അവനോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. എന്തിനാക്കാ അങ്ങനെ ഓടിയത്? മാലുണ്ടാക്കാൻ. ആർക്ക് വേണ്ടി? അഖിലുകാർക്ക് വേണ്ടി. എന്താ താത്ത ഒന്നിനും ഒഴിവില്ല പറഞ്ഞിട്ട് ഓടിയല്ലോ? എന്തായിരുന്നു? മാലുണ്ടാക്കാൻ. ആർക്ക്? അഖിലുകാർക്ക്. എൻ്റെ കുട്ടികൾ വളരെയല്ലേ, കുടുംബം വളരെയല്ലേ, അവർക്ക് വേണ്ടിയിട്ട്. അഖിലുഹു വമാലുഹു. അഖിലുകാർക്കും മാലിനും വേണ്ടി പാഞ്ഞു. പക്ഷേ യർജു ഇസ്നാനി വയബ്ഖാ വാഹിദുൻ. യർജു അഖിലുഹു വമാലുഹു. അവൻ്റെ അഖിലും മാലും തിരിച്ചു വരും. വയബ്ഖാ അമലുഹു. അവൻ്റെ അമല് മാത്രമേ അവനോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. പിന്നെ എന്തിനായി നഷ്ടക്കച്ചവടം എന്നാ ചോദ്യം? എന്തിനായി നഷ്ടക്കച്ചവടം എന്നാ? പരലോകത്ത് നീ ഓടിയിട്ടെങ്കിൽ അവരല്ലേ, നീ ഒറ്റയ്ക്കാകുമ്പോൾ അവരല്ലേ ഉണ്ടാവേണ്ടത്? നിന്റെ അഖിലും നിന്റെ മാലുമല്ലേ ഉണ്ടാകേണ്ടത്? അവരില്ല, അവർ തിരിച്ചു വരുന്നു. ആരാ നിന്നോടൊപ്പം ഉള്ളത്? വയബ്ഖാ അമലുഹു. അവൻ്റെ അമല് മാത്രമേ അവനോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. പടച്ചവൻ റസൂല് പറയാണ്, അവനോടൊപ്പം അമല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ അമലിന് വേണ്ടിയിട്ട് ഈ റമദാൻ ഉപയോഗപ്പെടുത്തുക. പിണക്കങ്ങളൊക്കെ തീർക്കുക. എന്തിനായി പിണക്കം കൊണ്ട്? പിണക്കമുള്ള ഹൃദയത്തിൽ നമ്മൾ നോമ്പ് നോറ്റ് എന്താ സംഭവിക്കുക? ഒരു കുപ്പിയിൽ നല്ല വെള്ളമുണ്ട്, അത് കുറേ ദിവസമായിട്ട് മലിനമായി കിടക്കുന്ന നാറിയ വെള്ളം, അത് കൂടെ കൊണ്ടുവന്നിട്ട് ഒരു കുടം വെള്ളം കൊണ്ട് ഒഴിച്ചു, നല്ല വെള്ളം ഒഴിച്ചു. എന്താ ഗുണം? അത് മുഴുവനും അശുദ്ധമായില്ലേ, ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. സംഗതി കുറച്ച് വെള്ളമുണ്ട്, അതങ്ങനെ കേടുവന്നിട്ടുണ്ട്, കൂത്താടിയൊക്കെ ഉണ്ട്. അത് കൂടെ ഒരാൾ കൊണ്ടുവന്നിട്ട് നല്ല വെള്ളമാണിത്, അവൻ കൊണ്ട് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതും കൂടി നാശമായിപ്പോയില്ലേ? അതേസമയം ചെയ്യേണ്ടത് എന്തായിരുന്നു? ആ വെള്ളം നാറിയ അശുദ്ധമായ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ആ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ നല്ല വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ എല്ലാവർക്കും കുടിക്കാൻ നല്ല വെള്ളമാണ്, കുട്ടികളെ കുടിച്ചോളി എന്ന് പറയാം. മറ്റത് ഉള്ള വെള്ളം പോലും നശിപ്പിച്ചില്ലേ? നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ ഒരുപാട് പകയും വിദ്വേഷവും മോശമായ ചിന്തയും നാറിയ അവസ്ഥയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഹൃദയത്തിലേക്ക് വീണ്ടും കുറേ നോമ്പും അതിൻ്റെ സൽക്കർമ്മങ്ങളും കൊണ്ട് ചെന്നിട്ട് ഉള്ളതിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് എന്താ കാര്യം എന്നാണ് അതിൻ്റെ ചോദ്യം. നമ്മളൊന്ന് വൃത്തിയാകുക. എപ്പോഴാണ് മരണം എന്നറിയില്ലല്ലോ, ഏത് സമയത്തും സംഭവിക്കാം. ഇമാം ഗസാലി അതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രമില്ലേ, നമ്മുടെയൊക്കെ വസ്ത്രം, അതിൻ്റെ ബട്ടൺ നിൻ്റെ കൈ കൊണ്ടാണ് ഇട്ടതെങ്കിൽ നിൻ്റെ കൈ കൊണ്ട് തന്നെ ആ ബട്ടൺ ഊരി വയ്ക്കുമെന്നെന്താ ഉറപ്പ് എന്നാ ചോദ്യം. നീ ധരിച്ച വസ്ത്രം അതിൻ്റെ ബട്ടൺ നമ്മുടെ കൈ കൊണ്ടാണ് ഇട്ടതെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് ഊരി വെക്കുമെന്ന് എന്താണ് ഉറപ്പ്? വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ ഫഖദ് നുസിജത് അക്ഫാനുഹു ലാ യദ്രി വകം മിൻ ഫതാ അംസി വഅസ്ബഹ ളാഹികാ ഫഖദ് നുസിജത് അക്ഫാനുഹു ലാ യദ്രി. പ്രഭാതത്തിൽ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് പോയ എത്ര യുവാക്കളുണ്ട്. ഫഖദ് നുസിജത് അക്ഫാനുഹു ലാ യദ്രി. നിന്റെ കഫംപുടവകൾ നിന്റെ പരിസരത്ത് ഏതോ ഒരു കടയിൽ അങ്ങനെ കീറി മുറിച്ച് വെച്ചിട്ടുണ്ട്, ആ പാക്കറ്റ് ഇങ്ങനെ എടുക്കുക വേണ്ടു, നിനക്കറിയുമോ എന്നാ ചോദ്യം. നിന്റെ കഫംപുടവകൾ ഏതോ ഒരു കടയിലുണ്ട്, അതിങ്ങനെ എടുക്കുക വേണ്ടു, അതിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്ന മനുഷ്യ, നിന്റെ കഫംപുടവകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഖുർആനിലേക്ക് ഒരു തിരിഞ്ഞു നടത്തം, കുറച്ച് കാണാതെ പഠിക്കുക, പാരായണം ചെയ്യുക, അർത്ഥമൊന്നറിയുക, അർത്ഥം അറിയണം. അല്ലെങ്കിൽ നാളെ പരലോകത്ത് ചെന്ന് അള്ളാഹ് ചോദിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, നമ്മുടെ കുട്ടിക്ക്
ഒരു ഇൻ്റർവ്യൂവിന് ഒരു ജോലിക്കാര്യത്തിന് നമുക്കറിയാത്ത ഭാഷയിൽ ഒരു ലെറ്റർ വന്നു വിചാരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കാണിച്ചു, അയ്യോ ഈ ഭാഷ ഇവിടെ അറിയണ ഒരാൾ, ഈ ഭാഷ അറിയുന്ന ഒരാളുണ്ട് കേട്ടോ, കുറേ ദൂരെയാണ്, പക്ഷെ അതിരാവിലെ പോയാലേ കാണുള്ളൂ. അതെയോ? നമ്മളപ്പോൾ എന്ത് ചെയ്യും? തലേ ദിവസം തന്നെ പോയിട്ട് എവിടെയെങ്കിലും ഒരു റൂമെങ്കിലും എടുത്തിട്ട് ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ശ്രമിക്കും. കാരണം എൻ്റെ കുട്ടിക്ക് വന്ന ഒരു എഴുത്ത്, ആ എഴുത്തിൽ എന്താണുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കും. അതിരാവിലെ കാണുള്ളൂ പറഞ്ഞാൽ തലേ ദിവസം തന്നെ പോയിട്ട് എത്ര പ്രയാസം സഹിച്ചാലും റൂമെടുത്ത് അയാളെ കണ്ടിട്ട് തിരിച്ചു വരും. എന്നിട്ട് അതിലുള്ള ആശയം മനസ്സിലാക്കും. നാളെ പരലോകത്ത് ചെന്നാൽ പടച്ചവൻ ചോദിക്കണം, എൻ്റെ റസൂല് മുഖേന നിനക്കൊരു എഴുത്ത് കൊടുത്തയച്ചിരുന്നു, എൻ്റെ റസൂല് മുഖേന നിനക്കൊരു എഴുത്ത് കൊടുത്തയച്ചിരുന്നു, ആ എഴുത്തിലുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കേവലം ദുനിയാവിലൊരു എഴുത്ത് കിട്ടിയിട്ട് എൻ്റെ കുട്ടിയുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി ത്യാഗം സഹിച്ചിട്ട് ആ ഭാഷ എന്ത് എന്നറിയാൻ, അതിൻ്റെ ആശയം എന്ത് എന്ന് മനസ്സിലാക്കാൻ ഞെട്ടോട്ടമോടിയ മനുഷ്യ, ശാശ്വതമായ വിജയത്തിന് വേണ്ടി നിൻ്റെ റസൂല് മുഖേന റബ്ബ് കൊടുത്തയച്ചൊരു എഴുത്ത്, അത് മനസ്സിലാക്കാൻ നീ എന്ത് ശ്രമം നടത്തി എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ മറുപടി ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പറയും, ഇഞ്ഞൊക്കെ തലയിൽ കയറും ഉസ്താദെ, ഇഞ്ഞൊക്കെ തലയിൽ കയറും, അതൊക്കെ കുട്ടികൾ പഠിക്കുക എന്നല്ലാതെ നമുക്കൊക്കെ ഇഞ്ഞൊക്കെ തലയിൽ കയറുമോ? അതൊക്കെ അങ്ങനെ കേൾക്കുക എന്നല്ലാതെ ഒരു വെറും പറച്ചിലാണത്. ഈ സാധനമില്ലേ, എത്ര വയസ്സായാലും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഫങ്ഷൻസും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. എത്ര വയസ്സായ ആളുകളാണ് ഹലോ ഹലോ എന്ന് പറഞ്ഞ് അതിങ്ങനെ അതിൻ്റെ എല്ലാ ഫങ്ഷൻസും ഉപയോഗിച്ചിട്ട് അതിൻ്റെ എല്ലാം എടുക്കാൻ അറിയണു. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഇതിൻ്റെ എല്ലാ സംഗതികളും എല്ലാ ഫങ്ഷൻസും ഉപയോഗിച്ചിട്ട് എത്ര വയസ്സായ ആളുകളാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അറിയാണ്ടാണ്. അപ്പോൾ അറിയാനുള്ള ശ്രമം അത് മനസ്സിൽ നിന്ന് ആവശ്യമാണ് എന്നൊരു തോന്നൽ വരുമ്പോഴാണ് അത് നടക്കുകയുള്ളൂ. അങ്ങനെ തോന്നൽ വരണം, അപ്പോഴേ റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനെക്കുറിച്ച് നല്ലവണ്ണം ഒന്ന് മനസ്സിലാക്കുക. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ, ദീനിയായ ചിട്ടകളിൽ നിന്ന് അടർത്തിയെടുക്കാൻ, ദീനിൻ്റെ സംസ്കാരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ, ഇസ്ലാമിക ചിഹ്നങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ, റബ്ബിനോടുള്ള ഈമാനിൽ നിന്ന് അകറ്റാൻ ഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റും പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക അടിത്തറയില്ലാത്ത മക്കളാണെങ്കിൽ അതിൽ പെട്ടുപോകും. ഇസ്ലാമിക അടിത്തറയുണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഖുർആനിൻ്റെ പ്രസക്തി എന്നുള്ളത്. അറിയുമെങ്കിൽ അപ്പം മറുപടി കൊടുക്കാൻ കഴിയും. പക്ഷെ അറിയാത്ത മക്കളായതുകൊണ്ട് തലയാട്ടിയിട്ട് ആ ശരി ശരി എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിൽ വരും. നാം മനസ്സിലാക്കണം. കുട്ടികൾക്ക് അങ്ങനത്തെ വേദിയിലേക്ക് എത്തിക്കണം. നമ്മുടെ മക്കൾ എല്ലായിടത്തേക്കും നമ്മൾ എത്തിക്കും, ഇത്തരം വേദികളിലേക്ക് എത്തിക്കില്ല. ഇത്തരം വേദികളിലേക്ക് അവരെത്തിക്കില്ല. എന്താ പറയുക, അവൾ കുറേ പഠിക്കേണ്ട, അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സ്കൂളിൽ നിന്ന്. എൻ്റെ കുട്ടിക്ക് തീരെ ഒഴിവില്ല. എന്നാൽ പിറ്റേ ദിവസം എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലോ കുട്ടിനെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പരലോകത്ത് രക്ഷപ്പെടാൻ, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മളോടൊപ്പം എന്നും ഉണ്ടാവണം. സ്വർഗത്തിലേക്ക് പോകുമ്പോഴും ഉണ്ടാകണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ നാഴി അരി നന്നായിട്ട് വെക്കുമ്പോൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ചെക്കൻ അവിടെ ഇല്ലെങ്കിൽ അമ്മയും ബാപ്പയും പറയും, ചെക്കനുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, അവനും എത്തിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. മകളെ കല്യാണം കഴിച്ചു കൊടുത്തതിനെ പറയും, പെണ്ണുണ്ടെങ്കിൽ നന്നായിരുന്നു. നാഴി അരി നന്നായിട്ട് വെക്കുമ്പോൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മയും ബാപ്പയും പറയും, എൻ്റെ മക്കളുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു പക്ഷേ മക്കൾക്ക് ഇതിനേക്കാൾ നല്ല ഭക്ഷണം വാങ്ങാൻ കിട്ടുന്ന അവസ്ഥയാണ് ദുനിയാവ്. നമ്മൾ കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം വാങ്ങാൻ കിട്ടും അവർക്ക്. എന്നിട്ടും നമ്മൾ പറയണം എൻ്റെ മക്കളുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകാൻ ഉമ്മയും വാപ്പയും നിൽക്കുമ്പോൾ മക്കളെ കൺമുന്നിൽ വെച്ചിട്ട് മലക്കുകൾ അങ്ങനെ പിടിച്ചു വലിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ദുനിയാവിലൊരു ഭക്ഷണം വെച്ചപ്പോൾ എൻ്റെ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച മാതാവും പിതാവും നാളെ പരലോകത്തേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കൺമുന്നിൽ വെച്ച് സ്വന്തം മക്കളെ മലക്കുകൾ അങ്ങനെ നരകത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഇല്ലാതിരിക്കണമെങ്കിൽ പരമാവധി നമ്മുടെ മക്കളെയും ഇത്തരം നന്മയിലേക്ക് കൂട്ടണം. നന്മയിലേക്കും കൂട്ടിക്കൊണ്ടുവരണം. നമ്മൾ അവരോട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. അങ്ങനെ പാടുകയല്ല. സ്നേഹത്തോടു കൂടി, ലാളിത്യത്തോടു കൂടി, നല്ല ഉപദേശത്തോടു കൂടി, നല്ല പെരുമാറ്റത്തോടു കൂടി അവരെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി, വീട്ടിലും അങ്ങനെ നല്ല സംസാരവും അവരോട് ഏറ്റവും വശ്യമായ പെരുമാറ്റവും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കളെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാൻ നമ്മൾ വളരെ തന്ത്രപരമായിട്ട് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിത്. സർവോപരി അള്ളാഹിനോട് പ്രാർത്ഥിക്കും വേണം. രണ്ട് കൂട്ടരുടെ പ്രാർത്ഥന തട്ടില്ല. ഒന്നേതറിയോ,
ഉമ്മി വാപ്പി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഉമ്മി വാപ്പി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. അതുകൊണ്ടാണ് മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്താലും ചിലപ്പോൾ പറയുമല്ലോ, ഈ നശിച്ചത് ഇതെൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചിലപ്പോൾ ദേഷ്യത്തിൽ പറയും. പറയാൻ പാടില്ല. ഉമ്മയുടെയും വാപ്പയുടെയും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. തിരിച്ച് മരിച്ചാലും തുടരുന്ന അമല് എന്ന് റസൂല് പഠിപ്പിച്ചത് മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളുടെ പ്രാർത്ഥന മരിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ അതിനെന്ത് വേണം ചോദിച്ചാൽ അങ്ങനത്തെ മക്കളായിരിക്കണം, അങ്ങനെ ശീലിപ്പിക്കണം. നമ്മൾ മരിച്ചാലും തുടരുന്ന അമല് എന്ന് പഠിപ്പിച്ചത് മക്കളെക്കുറിച്ചാണ്. അതുകൊണ്ടാണല്ലോ മയ്യത്ത് നമസ്കാരത്തിൽ നിർത്തുമ്പോൾ രക്തബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കുകയും മക്കൾ നിൽക്കുകയും ഇമാം എന്നൊക്കെ പറയാൻ കാരണം എന്താ? അവിടെ വലിയ പണ്ഡിതണ്ടാവും, എന്നാലും എന്താ പറയുക, മക്കൾ നിൽക്കുന്ന പറയുക. എന്താ അർത്ഥം? പടച്ചവനെ, എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ ദേഹം എന്നെ ഞാനാക്കി വളർത്തിയ മഹാദേഹമാണ്. ഒരുപാട് ത്യാഗം സഹിച്ചാണ് എൻ്റെ ഉമ്മ, ഒരുപാട് പ്രയാസം സഹിച്ചാണ് എൻ്റെ ഉപ്പ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള തേട്ടം, മക്കളുടെ തേട്ടം ദുആ അല്ലാഹ് സ്വീകരിക്കും. അതുകൊണ്ടാണ് മക്കൾ നിൽക്കി എന്ന് പറഞ്ഞത്. മയ്യത്ത് കുളിപ്പിക്കാൻ മക്കൾ നിൽക്കി, മയ്യത്ത് നിസ്കരിക്കാൻ മക്കൾ നിൽക്കി എന്ന് പറയാൻ കാരണം അതാ, മക്കളുടെ പ്രാർത്ഥന ഉമ്മാക്കും വാപ്പാക്കും സ്വീകരിക്കും. ദുനിയാവിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്കും സ്വീകരിക്കും. അപ്പോൾ ആ അടിസ്ഥാനം നമ്മളത് മനസ്സിലാക്കിയിട്ട് ഈ വിശുദ്ധ റമദാൻ അതിനാവട്ടെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ അള്ളാൻ്റെ ദീനനുസരിച്ച് പോരായ്മകളുണ്ടാവും. 100% തയ്യലല്ലോ. പോരായ്മകളില്ലാത്തവൻ ആരാ? പക്ഷെ നമ്മൾ ആരെയും അവരുടെ പോരായ്മ ചൂണ്ടാൻ നിൽക്കണ്ട. അവരുടെ പോരായ്മ ചൂണ്ടിയിട്ട് നമ്മുടെ സമയം കളയണ്ട. നമ്മുടെ പോരായ്മ നമുക്ക് നികത്തുക. മറ്റൊരാളെ ചൂണ്ടിയിട്ട് സമയം കളയണ്ട. സാധാരണ ഒരു തത്വചിന്തയുണ്ടല്ലോ, നീ ഒരാളെ ഒരു വിരൽ കൊണ്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ നിനക്കെതിരെ ചൂണ്ടുന്നുണ്ട്. ഒരാളെ ഒരു വിരൽ കൊണ്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ നിനക്കെതിരെ നിൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടുന്നുണ്ട്. ആ ഓർമ്മ. ആരെയും നമ്മൾ പഴിയെടുക്കേണ്ട, ആരെയും പ്രയാസപ്പെടുത്തേണ്ട, ആരെയും പരിഹസിക്കേണ്ട, മനസ്സ് വേദനിപ്പിക്കാനുള്ള ഇടവരുത്തണ്ട. പരമാവധി നമ്മുടെ ജീവിതം അവർക്ക് എന്ത് ഗുണം ചെയ്യാൻ പറ്റും, ചില മനുഷ്യന്മാർ പ്രയാസത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെ ശകാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ പ്രശ്നം എന്തെന്ന് അടിസ്ഥാനപരമായി കണ്ടറിയണം. എന്നിട്ട് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ എനിക്കെന്താ ചെയ്യാൻ കഴിയുകയെന്നാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് റബ്ബിൻ്റെ പൊരുത്തം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇഹലോകത്തും പരലോകത്തും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയ കാലഘട്ടത്തിൽ രോഗം ഒരു പ്രശ്നമാണ്. സാധാരണ ചെറിയൊരു ചികിത്സയ്ക്ക് പോലും സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് റബ്ബിനോട് നല്ലവണ്ണം പ്രാർത്ഥിക്കണം. പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, മാരക രോഗങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇഹലോക ജീവിതത്തിൽ നിഅമത്തും ബർക്കത്തും റഹ്മത്തിനും അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരലോക ജീവിതത്തിൽ നിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തി പടച്ചവനെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ ഒരുപാട് ആളുകൾ മാരക രോഗത്തിന് അടിമപ്പെട്ടിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പലപ്പോഴും പറയാറുണ്ട് നാഥ. അവരുടെയും ഞങ്ങളുടെയുമൊക്കെ എല്ലാവിധ രോഗങ്ങളെയും ശിഫ നൽകി, ആശ്വാസം നൽകി, ആരോഗ്യം നൽകി നീ തുണയ്ക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ വാർദ്ധക്യത്തിൻ്റെ അവശതകളിൽ കഴിയുന്നുണ്ട് നാഥ. അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉറ്റവർ പലരും ഞങ്ങൾക്ക് മുമ്പേ നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ബർസഖിയായ ലോകത്താണ് നാഥ. അവർക്ക് നീ അവരുടെ ഖബറുകൾ നീ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരുടെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ അരുമയായിട്ട് വളർത്തുന്ന മക്കൾ, ആ മക്കൾ പലരും പഠിച്ചിട്ട് ആവശ്യമായ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ഹലാലായ ജോലി നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പെൺകുട്ടികൾ, പല രക്ഷിതാക്കളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുയോജ്യമായ ഇണയെ തേടുന്നുണ്ട് നാഥ. ദീനിയായ സൽസ്വഭാവമുള്ള കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും പകരുന്ന ഏറ്റവും നല്ല ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബിനികളെ നീ സഹായിക്കണേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉപജീവനത്തിന് വേണ്ടി ഞങ്ങൾ ആശ്രയിക്കുന്ന ഏതൊക്കെ തൊഴിലുണ്ടോ അതിലൊക്കെ നീ നിഅമത്തും ബറക്കത്തും റഹ്മത്തും കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇബാദത്ത് ചെയ്യാനുള്ള താഖത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ നാടിനെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
പടച്ചവനെ ഞങ്ങളുടെ പ്രസ്ഥാന നേതാക്കളെയും ഉലമാക്കളെയും ഉമറാക്കളെയും ഒക്കെ ഏറ്റവും നന്നായി നീ സംരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹു ഇസ്ലാമിനെതിരെ മനഃപൂർവ്വം ശത്രുത മെനഞ്ഞുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ അവരുടെ തന്ത്രങ്ങളെയൊക്കെ നീ വിഫലമാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രണ്ട് ലോകത്തും ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. ആരുടെയും ആശ്രയം കൂടാതെ ജീവിക്കാനുള്ള ശാശ്രയമായി ഞങ്ങളെ നീ വളർത്തിക്കൊണ്ടുവരണമേ തമ്പുരാനെ. ആരുടെയെങ്കിലും പരാശ്രയത്തോടുകൂടി രോഗക്കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി തരണമേ തമ്പുരാനെ. വരാൻ പോകുന്ന റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സജീവമായി ജീവസുറ്റ അവസ്ഥയിൽ ഉപയോഗപ്പെടുത്തുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് ഇത്തരം പള്ളികളും സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി തന്ന കുറേ നേതാക്കന്മാർ, മുന്നണി പോരാളികൾ, അവരൊക്കെ ഒന്ന് പടച്ചവങ്ങിലേക്ക് യാത്രയായിട്ട് തമ്പുരാനെ. ഇത്തരം സംഗതികളുടെ പരിണിതി കൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലം അതൊരു നന്മയായിട്ട് അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.